നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളെല്ലാം ഈ അക്കൗണ്ട്സ് ബേസിക് പ്രിൻസിപ്പിൾസും GST കോൺസെൻട്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ബാക്കി സ്റ്റുഡൻസിനും ആർട്ടിക്കിൾസിനും എല്ലാം അത് ഗുണം ചെയ്യട്ടെന്ന് വെച്ചാൽ കുറച്ച് ബേസിക് കൂടെ ഒന്ന് റെഫർ ചെയ്ത് പോവാണ്, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ അത് സ്റ്റുഡൻസിനൂടെ ഉപയോഗപ്പെടും. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ് അവർ പഠിച്ച കാലത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനും അക്കൗണ്ട്സും GSTയും ടാലിയും എല്ലാം കൂടെ നമ്മൾ എല്ലാം വേറെ വേറെ ടൈമിലാണ് പഠിച്ചത്. ഇതെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും ഒരേപോലെ നമുക്കത് ഒരേ സമയത്ത് കേൾക്കുമ്പോൾ അത് തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. എൻ്റെ ഒരു പാർട്ട് 1 ആണ്. പാർട്ട് 2 കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി സമയമായി പോകും. അതുകൊണ്ട് പാർട്ട് 1 ആണ് ആദ്യം പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്ക്രീനിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ പ്രസന്റേഷൻ ഉണ്ടാക്കിയത് എൻ്റെ പേര് കോംപ്രിഹെൻസീവ് ഗൈഡ് ടു അക്കൗണ്ടിങ് ടാലി GST ആൻഡ് ഫയലിംഗ് ഓഫ് GSTR 1, GSTR 3B, GSTR 9 ആൻഡ് 9C യൂസിങ് ടാലി പ്രൈം പാർട്ട് 1. നമ്മൾ പറഞ്ഞ പോലെ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ചുരുക്കത്തിൽ ഒരു സമ്മറി, അത്യാവശ്യം വേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെയും ടാലിയുടെയും GST ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട അക്കൗണ്ടിങ്, അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട ടാലി, അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട GST ഫുള്ളായിട്ട് അല്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് ഫയലിംഗ് എങ്ങനെ ചെയ്യാം, GSTR 1, 3B, GSTR 9, 9C എല്ലാം ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഉപയോഗിക്കാവുന്നതാണ്. യൂസിങ് ടാലി പ്രൈം. ടാലി പ്രൈമിന്റെ പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ അത് ഫയൽ ചെയ്യാം. വളരെ GSTR ഫയലിങ്ങിലൊക്കെ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ആണ് ടാലിയിൽ വരുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. സ്റ്റോറി ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ട്സി പോർഷൻ. സ്റ്റോറി ഓഫ് അക്കൗണ്ടിങ് നമുക്കറിയാം. നമുക്ക് ഇപ്പം നമ്മൾ കാണും അക്കൗണ്ടിങ് എന്നോ ഏത് വർഷം നമ്മൾ മനുഷ്യരുണ്ടായിട്ട് 3 ലക്ഷം വർഷങ്ങളാണെന്ന് പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് എവിടെ വെച്ചാണ് അക്കൗണ്ടിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നത് മനുഷ്യന്, അത് നമുക്ക് അടുത്ത സ്റ്റോറി പോലെ നമുക്ക് കാണാം. ചാർട്ടേഡ് അക്കൗണ്ട്സി പോർഷൻ എന്നാണ് തുടങ്ങിയത്, ആരാണ് ഇത് തുടങ്ങി വെച്ചത്, അതിന്റെ ഗ്രോത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തുള്ള പ്രസന്റേഷൻ കൂടെ പറയുന്നുണ്ട്. വാട്ട് ഈസ് അക്കൗണ്ടിങ് ആൻഡ് വൈ ഡു വി നീഡ് ഇറ്റ്. അക്കൗണ്ടിങ്ങിന്റെ കാര്യം എന്താ? സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണ് ആദ്യം അക്കൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ഡബിൾ എൻട്രി സിസ്റ്റത്തിലോട്ട് വന്നു. അതിന്റെയൊക്കെ എന്തുകൊണ്ടാണ് അതൊക്കെ വന്നത്, എന്ത് ആൾജിബ്രിക് ഫോർമുലയാണ് ഇതിനകത്ത് അവർ ഇത് നിലനിർത്താൻ സഹായിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രസന്റേഷൻ കാണുന്നുണ്ട്. ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫണ്ടമെന്റൽസ്, നമ്മുടെ ഉണ്ടാകുന്ന അക്കൗണ്ടിങ് ഉപയോഗിച്ചുണ്ടാകുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒക്കെ ഉണ്ടാകുന്ന ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തണമെങ്കിൽ അതിന്റെ ഫണ്ടമെന്റൽസ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡബിൾ എൻട്രി സിസ്റ്റം എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഉണ്ടാകാനുള്ള കാരണം, ഡബിൾ എൻട്രി സിസ്റ്റം അസറ്റ് ഈസ് ഈക്വൽ ടു ലൈവ്. അസറ്റ് ഈസ് ഒരു കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത് അതിന്റെ ലൈബിലിറ്റിയും ഓണേഴ്സ് ഇക്വിറ്റിയും കൂടെ ആണ്. വെച്ചാൽ അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള ഫോർമുല നിലനിർത്തുക. എന്നുവെച്ചാൽ അതൊരു ആൾജിബ്രിക് ഫോർമുലയാണ്. പണ്ട് തൊട്ടേ മനുഷ്യർക്ക് അറിയാമായിരുന്നു, ഓരോ ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടെന്ന് അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ കടം കൊടുത്തു തീർക്കാനും ഓണർക്ക് ഇക്വിറ്റി എത്രയാണോ അയാൾ കൊണ്ടുവന്ന പൈസ തിരിച്ചെടുക്കാനും ഒക്കെ പ്രോഫിറ്റിന് ഷെയർ കിട്ടാനുള്ള ഒരു ഫോർമുലയാണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിലനിർത്തിക്കൊണ്ട് ആ ഈക്വൽ ടു സൈൻ ആണ് അപ്പുറത്തും ഇപ്പുറത്തും തുല്യമായിരിക്കണം എന്നുള്ള കാര്യം പണ്ട് തൊട്ടേ ബിസിനസ് പീപ്പിളിന് അറിയാം. അതിനെ നിലനിർത്തിക്കൊണ്ടുള്ള അക്കൗണ്ടിങ് അവർ അംഗീകരിക്കുള്ളൂ. അതുകൊണ്ട് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഡബിൾ എൻട്രി സിസ്റ്റം അങ്ങനെയുള്ള കുറെ സിസ്റ്റവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേംസ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട് ഒക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടാണ് ആ റൂൾ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്. ടാലി, ഞാൻ ടാലിയെ പറ്റി തുടങ്ങുകയാണ്. അത്രയാണ് നമ്മൾ ഫൗണ്ടമെന്റൽസ് ആയിട്ട് അക്കൗണ്ടിങ്ങിനെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്. ടാലിയെ പറ്റി പറയുകയാണെങ്കിൽ ടാലി ഈസ് എ ബിസിനസ് റിസോഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു കുറെ റിസോഴ്സസ് കൂടിയാണ്. കുറെ റിസോഴ്സ് അതിനകത്തുണ്ട്. ബിസിനസ് ഡീൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു റിസോഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ആ റിസോഴ്സിനെ മാനേജ് ചെയ്യുക, അതാണ് അക്കൗണ്ടിങ് ഉണ്ടായിരിക്കുന്നത്. ഈ റിസോഴ്സ് മാനേജ് ചെയ്യുമ്പോൾ ഒരു റിസോഴ്സിൽ ഉണ്ടാകുന്ന അഫക്ഷൻ മറ്റൊരു റിസോഴ്സിനെ ബാധിക്കുന്നു. അങ്ങനെ ഡ്യുവൽ ആസ്പെക്ട് ഉള്ള കൺസെപ്റ്റിലും ഈ അസറ്റ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് ബോറോയിങ്സ് എന്നുള്ള ആ ഫോർമുലയ്ക്ക് അത് കോട്ടം തട്ടാതെയും ഉള്ള ഒരു കൺസെപ്റ്റ് ടാലി ബിസിനസ് റിസോഴ്സ് മാനേജ്. അഡ്വാൻറ്റേജ് ഓഫ് ടാലി എന്തൊക്കെയാണ്? ടാലിയുടെ നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്യുന്നതിനും മാനുവലായിട്ട് നമ്മൾ കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്നതിലും ഉള്ള അഡ്വാൻറ്റേജസ്
ടാലിയിലേക്ക് വരുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമ്മൾ താഴോട്ട് കാണും. ഓപ്പറേഷൻസ് ഇൻ ടാലി പ്രൈം. ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അൾട്ടർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ, ഡിലീഷൻ. ഒരു ഗ്രൂപ്പ് കമ്പനി അങ്ങ് ഉണ്ടാക്കുന്നു. ഗ്രൂപ്പ് കമ്പനിയൊക്കെ വളരെ റിലവൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് GST രജിസ്ട്രേഷൻ ഉള്ള ഡിഫറൻസ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് കമ്പനിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യുന്നത് വളരെ എളുപ്പമുണ്ട്. റിക്കാർഡിംഗ് ആൻഡ് മാനേജിങ് ട്രാൻസാക്ഷൻ, സ്മാർട്ട് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ്. നമ്മൾ എൻട്രി ഇടുമ്പോൾ വളരെ സ്പീഡ് ചെയ്യാനായിട്ട് എന്താണ് അതിന്റെ സ്മാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്ഡേറ്റിംഗ് ഓപ്പണിംഗ് ബാലൻസ്. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോഴും ഗ്രൂപ്പായിട്ട് നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഇടാനുള്ള ടാലി ഇടുന്ന വിധങ്ങൾ ഏതൊക്കെയാണ്? അതൊക്കെ നമ്മൾ ഇതിനകത്തോടെ ഈ പ്രസന്റേഷൻ കൂടെ നോക്കും. പിന്നെ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഓഫ് ടാലി പ്രൈം, ഡാറ്റ സിങ്കർണൈസേഷൻ, ഇ ഇൻവോയ്സ് ഇന്റഗ്രേഷൻ, അഡ്വാൻസ് GST ഫീച്ചേഴ്സ്. ഡാറ്റ സിങ്കർണൈസേഷൻ അറിയാം. ബ്രാഞ്ചിലുള്ള ഡേറ്റകളൊക്കെ ഹെഡ് ഓഫീസിലേക്ക് സിങ്കണൈസ് കൊടുക്കുക. ഓരോ ദിവസവും അവസാനമായിട്ടാകുമ്പോൾ ബ്രാഞ്ചിലെ ഡാറ്റ ഹെഡ് ഓഫീസിലേക്ക് സിങ്കണൈസ് വെക്കുന്ന ക്ലയന്റും സെർവറും ആയിട്ടുള്ള കൺസെപ്റ്റ് എടുത്തുകൊണ്ടുള്ള ഒരു ടാലി ചെയ്യുന്ന പരിപാടിയാണ് ഡാറ്റ സിങ്കണൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻവോയ്സ് ഇന്റഗ്രേഷൻ നമ്മളിപ്പം ഇതെല്ലാം കമ്പൾസറി ആക്കിയിരിക്കുന്നുണ്ട്. ഈ ഇൻവോയ്സ് സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഈ സൈറ്റിൽ കൂടെ ടാലി കൂടെ ഉണ്ടാക്കുന്ന ഇൻവോയ്സുകളൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ഇതിനാണ് ഈ ഇൻവോയ്സ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അഡ്വാൻസ് GST ഫീച്ചേഴ്സ്. നമ്മൾ ടാലി കൂടെ തന്നെ അപ്പം നമുക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുന്നു. GSTR 1 ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഫയൽ ചെയ്യാം. 3Bയുടെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫയൽ ചെയ്യണമെങ്കിൽ സൈറ്റിൽ കയറി ഫയൽ ചെയ്യണം. അതുപോലെ 990 ഡാറ്റ എല്ലാം റിപ്പോർട്ടിൽ കൂടെ നമ്മുടെ ടാലി 9 കൂടെ ടാലി പ്രൈമിൽ കൂടെ കിട്ടും. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അഡ്വാൻസ് പേറോൾ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസബിൾ റിപ്പോർട്ട് എടുക്കാൻ പറ്റും. റിമോട്ട് അക്സസ്, നമുക്ക് വേറൊരു കമ്പ്യൂട്ടറിലുള്ള ടാലിയിലേക്ക് വേറൊരാളുടെ ടാലിയിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ട് അവിടുത്തെ ടാലിയിൽ നമുക്ക് ഓഡിറ്റ് ചെയ്യാനോ അക്കൗണ്ട്സ് ചെയ്യാനോ ഒക്കെ പറ്റും, ഇന്റർനെറ്റ് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ. ബാങ്കിങ് യൂട്ടിലിറ്റീസ്, ബാങ്ക് ഓട്ടോമാറ്റിക് റെക്കൺസിലേഷൻ. ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ടാലിക്കാർ പറയുന്ന അവർ കുറേ ബാങ്കുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടെങ്കിൽ കുറച്ച് ബാങ്കൊക്കെ ഇതായി കഴിഞ്ഞു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ എൻറ്ററിങ്ങും റെക്കൺസിലേഷനും എല്ലാം നടത്തിക്കൊണ്ട് ടാലി അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻഹാൻസ് സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ അസസ് കൺട്രോള്, അല്ലെങ്കിൽ ടാലി ഡാറ്റയിൽ ഇത് പാസ്വേഡ് ഇടുക, വോൾട്ട് പാസ്വേഡ് ഇടുക, അങ്ങനെ അതിനെല്ലാം സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ പവർ ഫിക്സ് ചെയ്യുക, അവർക്കുള്ള അവൻ്റെ പൊസിഷൻ അനുസരിച്ചുള്ള പവർ ഫിക്സ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാനും ടാലി ശ്രമിച്ചിട്ടുണ്ട്. GST ഇൻ ഇന്ത്യ. ഇനി നമ്മൾ ആദ്യം അക്കൗണ്ട്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ടാലിയെ പറ്റി പറഞ്ഞു, അതിന്റെ യൂസേജ് പറഞ്ഞു, അതിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയും. അതിനുശേഷം GST ഇൻ ഇന്ത്യ. ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട GST എന്താണ്. എല്ലാം കൂടെ മൊത്തത്തിൽ അവർ GST പഠിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കൺസെപ്റ്റ് അവർ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. GST ഇൻ ഇന്ത്യ. വാട്ട് ഈസ് GST? ചാർട്ടേഡ് അക്കൗണ്ട്സിന് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു പഠിച്ച കാര്യങ്ങൾ അക്കൗണ്ട്സും ടാലി ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന GST അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. വാട്ട് ഈസ് GST? അഡ്വാൻറ്റേജ് ഓഫ് GST, കമ്പോണൻസ് ഓഫ് GST ക്ലാസിഫിക്കേഷൻ, GST രജിസ്ട്രേഷൻ റിക്വയർമെന്റ്, മാൻഡേറ്ററി രജിസ്ട്രേഷൻ. ആരൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്ത ശേഷം മാത്രമേ ട്രാൻസാക്ഷൻ നടത്താവുള്ളൂ കുറച്ച് ആൾക്കാർ. GST രജിസ്ട്രേഷൻ റിക്വയർമെന്റ് ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. GST ഇൻവോയ്സ് ഒരു ഇൻവോയ്സിലെ ഒരു ടാക്സ് ഇൻവോയ്സിലെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അതാണ് GST ഇൻവോയ്സ് റിക്വയർമെന്റ്. ഇൻപുട്ട് ആൻഡ് ക്രെഡിറ്റ് റൂൾ, അതൊരു അക്കൗണ്ടിന് അറിഞ്ഞിരിക്കണം. ഇൻപുട്ട് ആൻഡ് ക്രെഡിറ്റ് ഏതിൻ്റെയൊക്കെ ഇൻപുട്ട് എടുക്കാം, ഏതിൻ്റെയൊക്കെ ഇൻപുട്ട് എടുക്കാൻ പറ്റിയല്ല. ബ്ലോക്ക്ഡ് ITC ഇൻ GST എന്നാൽ അതിനകത്ത് ബ്ലോക്ക്ഡ് ITC നമ്മുടെ കൺസെപ്റ്റ് ഉണ്ട്. ചില കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്ന് GST ആക്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിനാണ് ബ്ലോക്ക്ഡ് ITC ഇൻ GST എന്ന് പറയുന്നത്. ഒരു ഇൻപുട്ട് എടുക്കുമ്പോൾ എന്തെല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നുള്ള കാര്യങ്ങൾ പറയുന്ന ആണ് ഇൻപുട്ട് ആൻഡ് ക്രെഡിറ്റ് റൂൾ പറയുന്നത്. ഇന്റർസ്റ്റേറ്റ് ആൻഡ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനം നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ അത് ഇന്റർസ്റ്റേറ്റ് ആണോ ഇന്റർസ്റ്റേറ്റ് ആണെന്നാണ് അക്കൗണ്ടിന്റെ നേരത്തെ മനസ്സിലാക്കിയിട്ട് വേണം അക്കൗണ്ട് ചെയ്യാൻ. അതിപ്പോൾ ഇന്റർസ്റ്റേറ്റും എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ലൊക്കേഷൻ ഓഫ് സപ്ലയർ. ലൊക്കേഷൻ ഓഫ് സപ്ലൈയും പ്ലേസ് ഓഫ് സപ്ലൈയും രണ്ട് സ്റ്റേറ്റിലായി പോയാൽ അത് ഇന്റർസ്റ്റേറ്റും. ലൊക്കേഷൻ ഓഫ് സപ്ലയർ, ആരാണോ ഇത് സപ്ലൈ ചെയ്യുന്ന അയാളും പ്ലേസ് ഓഫ് സപ്ലൈയും ഒറ്റ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇന്റർസ്റ്റേറ്റ് സപ്ലൈയുമാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? അപ്പോൾ അതിനൊക്കെ റൂളുണ്ട്. ആ ലൊക്കേഷൻ ഓഫ് സപ്ലയർ ലൊക്കേഷൻ എവിടെയാണെന്ന് തീരുമാനിക്കാൻ GST റൂൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് നോക്കും. പ്ലേസ് ഓഫ് സപ്ലൈ പ്രൊവിഷൻസ് അണ്ടർ GST ആൻഡ്
IGST, പ്ലേസ് ഓഫ് സപ്ലൈ, എവിടെയാണ് നമ്മൾ സപ്ലൈ ചെയ്തത്. അപ്പോൾ അതിലൊക്കെ GST ആക്ട് വളരെ റിലവൻ്റ്, വളരെ ക്രിട്ടിക്കലാണ്. നമ്മൾ തെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പെനാൽറ്റി എല്ലാം നമ്മൾ അടക്കേണ്ടി വരും. ഓരോ ചെറിയ പെനാൽറ്റി 50,000 ഒക്കെയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം വളരെ അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ അവരുടെ അക്കൗണ്ടിനായിട്ട് അവരുടെ സ്ഥലത്ത് പോകാനൊക്കുള്ളൂ. അതുകൊണ്ട് അതുപോലെ ഒരു ഓഡിറ്റർ അത് നോക്കുമ്പോൾ ഈ റൂൾസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ അത് ശരിയായിട്ടാണ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ ക്വാളിഫിക്കേഷൻ അവരുടെ റിപ്പോർട്ട് കൊണ്ടുവരണേലും ഇതെല്ലാം നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അവരെല്ലാം റെഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെ നമ്മളൊരു ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. GST റിട്ടേൺ ഫയലിംഗ് പോർഷൻസ്. GST റിട്ടേൺ ഫയലിംഗ് പോർഷൻ എന്തൊക്കെയാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? കോമ്പോസിഷൻ സ്കീം പോർഷൻസ്. കോമ്പോസിഷൻ സ്കീം ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആണ്, എത്ര ശതമാനമാണ് അവർക്ക് അടയ്ക്കേണ്ട ടാക്സ്, അതൊക്കെ നമ്മൾ പറയും. റിവേഴ്സ് ചാർജ് മെക്കാനിസം. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. അടുത്ത വന്നിട്ട് റിക്കാർഡിംഗ് GST ട്രാൻസാക്ഷൻ ഇൻ ടാലി പ്രൈം. എങ്ങനെ GSTയിലോട്ട് നമ്മൾ GST ട്രാൻസാക്ഷനൊക്കെ ടാലിക്കകത്ത് എൻ്റർ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്, നമ്മൾ എങ്ങനെ പെട്ടെന്ന് നമ്മളൊന്നും പഠിക്കാതെ നമ്മൾ അതിനകത്ത് പോയി ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും GST സൈറ്റ് GST ടാലി സമ്മതിക്കില്ല. ടാലിയുടെ നമ്മൾ GST റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് എററായിട്ട് കാണിക്കും, ഈ ട്രാൻസാക്ഷൻ എറർ പോയി കിടക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് എങ്ങനെയാണ് എൻ്റർ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. എവിടെയാണ് പിശകെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൂടെ റിട്ടേൺ ഫയൽ ചെയ്യാനും എല്ലാം ചെയ്യാനൊക്കത്തുള്ളൂ. വാട്ട് ഈസ് GST റിട്ടേൺ? GST റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് GST റിട്ടേൺ? ഏതൊക്കെ ടൈപ്പ് റിട്ടേൺസ് ഉണ്ട്? GST 1, 3 മാത്രമല്ല, കോമ്പോസിഷൻ സ്കീമുകൾക്ക് മറ്റേ TDS റിട്ടേൺ ഏതൊക്കെ ഫോം ഉണ്ട്? ആനുവൽ റിട്ടേൺ, ആനുവൽ ഫയലിംഗ്, GST 9, 9C ഉണ്ട്. അത് റെഗുലർ ടാക്സ് പേഴ്സിനാണ്, അല്ലാത്തവർക്ക് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഫോമിൽ കൂടെ നമ്മൾ താഴോട്ട് നോക്കുന്നതാണ്. ഇതിന്റെ ടോപ്പിക്സ് ഫോർ വെബിനാർ 2 എന്ന് പറയുന്നത് മെയിനായിട്ട് ഫയലിംഗ് ഓഫ് GSTR 1, 3B, GSTR 9 and 9C, ഫയലിംഗ് യൂസിങ് ഡാറ്റ ഓഫ് ദ ടാലി. പിന്നെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ്, റിസീവബിൾ പേയോൾ മാനേജ്മെന്റ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഓഡിറ്റിംഗ് യൂസിങ് ടാലി പ്രൈം, ഓട്ടോഫിൽ റിലേറ്റീവ് റിപ്പീറ്റേറ്റീവ് ട്രാൻസാക്ഷൻ. അങ്ങനെ ഓട്ടോഫിൽ ചെയ്യും. നമ്മൾ ഇൻവോയ്സ് ഒക്കെ ലക്ഷക്കണക്കിന് അടിക്കുന്നവർക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കാൻ വലിയ പാടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓട്ടോഫില്ലായിട്ട് വരും. ടാലി ഡാറ്റ സിങ്കണൈസേഷൻ ആൻഡ് ടാലി കണക്ട് ഫീച്ചേഴ്സ്, അതെല്ലാം നമ്മൾ അടുത്ത സെക്കൻഡ് മോഡ്യൂളിലാണ് വരുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റോറി ഓഫ് അക്കൗണ്ടിങ്. വളരെ രസകരമായ ഒരു കാര്യങ്ങളാണ് സ്റ്റോറി ഓഫ് അക്കൗണ്ടിങ്ങിൽ. സ്റ്റോറി ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്. എന്താണ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് തുടങ്ങേണ്ട, മനുഷ്യർ അങ്ങനെ തുടങ്ങേണ്ട ഒരു അവസ്ഥ വന്നതിനുള്ള കാരണം എന്താണ്? ആഫ്രിക്കൻ സൈഡിൽ നിന്നാണ് മനുഷ്യരെല്ലാം ഉത്ഭവിച്ചതെന്നും അത് പലവട്ടം മൈഗ്രേഷൻ പല സമയത്തായി നടന്നെന്നും അങ്ങനെ പല ടൈപ്പ് മനുഷ്യരുണ്ടായെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ മോഡേൺ ജീനോം സ്റ്റഡി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 3 ലക്ഷം വർഷത്തിനുള്ളിൽ നമ്മൾ എത്ര വർഷത്തിലാണ് ഈ അടുത്തൊരു വർഷങ്ങളിലാണ് ഇതെല്ലാം അക്കൗണ്ട്സ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതെന്താ ഏതാണെന്ന് നോക്കുകയാണ്. ഒറിജിൻസ് ഇൻ ഏൻഷ്യൻ ടൈം. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഡ്യൂറിംഗ് ബാക്ക് മോർ ദാൻ 7,000 ഇയേഴ്സ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മെസ്സപ്പൊട്ടോമിയ. ഇപ്പോഴുള്ള ഇറാഖ് രാജ്യങ്ങളിലുള്ള സ്ഥലങ്ങളെയൊക്കെയാണ് ഈ മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം എന്ന് പറയുന്നത്. അവരാണ് അപ്പോൾ അങ്ങനെ ഖനനം ചെയ്തപ്പോൾ 7,000 വർഷം വരെ പഴക്കമുള്ള റെക്കോർഡ്സ് അവർക്ക് സയന്റിസ്റ്റിനെ കിട്ടി. ആൻഡ് ദ ഡോക്യുമെന്റ് ഷോ ലിസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ. അതിനകത്ത് നോക്കുമ്പോൾ ലിസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഉണ്ടായിരുന്നു. ഗുഡ്സ് റിസീവ്ഡ് ആൻഡ് ട്രേഡഡ്. ഗുഡ്സ് അവർക്ക് എത്ര ഗുഡ്സ് കിട്ടി, അത് എത്ര ട്രേഡ് ചെയ്യുന്നുള്ള കണക്കും അതിനകത്തുണ്ടായിരുന്നു. ദ ഡെവലപ്മെന്റ് ഓഫ് അക്കൗണ്ടിങ് അലോങ് വിത്ത് ദാറ്റ് ഓഫ് മണി ആൻഡ് നമ്പേഴ്സ്. മനുഷ്യര് പൈസ കണ്ടുപിടിച്ചു, ആ നമ്പേഴ്സ് എണ്ണാൻ പഠിച്ചു. അത് കഴിഞ്ഞു അതിന്റെ ഉൾപ്പെടെ അത് കണ്ടുപിടുത്തത്തോടു കൂടിയാണ് അക്കൗണ്ടിങ് പരിപാടി തുടങ്ങിയത്. 7,000 ഇയേഴ്സ് വരെയാണ് നമ്മളിപ്പോൾ ഇതുവരെ നമുക്ക് നമ്മുടെ 2025 നോക്കുമ്പോൾ 7,000 ഇയേഴ്സിന്റെ അടുത്തുള്ള റെക്കോർഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡെവലപ്മെന്റ് അക്കൗണ്ടിങ് along with that of money and numbers may be related to taxation and trading activities of temples. അവരുടെ ടെമ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്നിട്ടുള്ള തന്നെ ഇപ്പം കാണുന്ന മതങ്ങളൊന്നുമല്ല അന്നുണ്ടായിരുന്നത്. അന്നുണ്ടായിരുന്ന ടെമ്പിൾസിലേക്കാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റികൾ നടന്നുകൊണ്ടിരുന്നത്. ടെമ്പിൾസിലേക്ക് വരുന്ന പ്രോഡക്റ്റും അവിടെ നടക്കുന്ന കച്ചവടത്തിനും എല്ലാം ടാക്സേഷൻ ഉണ്ടായിരുന്നു. തുടങ്ങിയപ്പോഴാണ് ഈ അക്കൗണ്ട് ചെയ്യേണ്ടതും ടാക്സ് എല്ലാ കാര്യങ്ങളെല്ലാം വന്നത്. അങ്ങനെ പല രീതിയിലുള്ള സംസ്കാരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബൈ അബൌട്ട് 4th century BC, 4 സെഞ്ചുറി BC ബിഫോർ ക്രൈസ്റ്റ് എന്നുള്ള ഇപ്പം ആഫ്റ്റർ ക്രൈസ്റ്റ് 2025 ഇയേഴ്സ് ആയി. ബിഫോർ 400 സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഏകദേശം 2425 ഇയേഴ്സ് ആയി. ദ ഏൻഷ്യൻ ഈജിപ്ഷ്യൻ ആൻഡ് ബാബിലോണിയൻ ഹാഡ് ഓഡിറ്റിംഗ് സിസ്റ്റം ഫോർ ചെക്കിംഗ് മൂവ്മെന്റ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സ്റ്റോർ ഹൗസ്. അവരുടെ സ്റ്റോർ ഹൗസിൽ നിന്ന് പുറത്തോട്ട് പോയത് വന്നതായ കാര്യങ്ങൾ അവർ ഓഡിറ്റിലേക്ക് വിധേയമാക്കിയിരുന്നു.
2500 ഇയേഴ്സ് ബിഫോർ ആയിട്ട് അതിനുള്ള രേഖകളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഔട്ട് ഓഫ് സ്റ്റോർ ഹൗസ് ഇൻക്ലൂഡിങ് ഓറൽ ഓഡിറ്റ് റിപ്പോർട്ട്, ഓറൽ ആയിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിരുന്നത്. അവരെയാണ് റിസൾട്ടിങ് ദ ടൈം ഓഡിറ്റർ എന്നുള്ള ഒരു പദം അന്നാണ് ഉണ്ടായത്. രാജാക്കന്മാരും അവരുടെ ടാക്സേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ദ ഇമ്പോർട്ടൻസ് ഓഫ് ടാക്സേഷൻ ഹാഡ് ക്രിയേറ്റഡ് എ നീഡ് ഫോർ റെക്കോർഡിംഗ് ഓഫ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ആൻഡ് ഇസ് ഓഡിറ്റ്. ഈ ടാക്സേഷൻ ആണ്, രാജാവിന് ടാക്സ് പിരിക്കണം, അപ്പൊ അതിനുള്ള കണക്ക് സൂക്ഷിക്കേണ്ടി വരുന്നു, അത് ഓഡിറ്റിന് വിധേയമാക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് ഈ ടാക്സേഷനും ഈ അക്കൗണ്ടിങ്ങും ഓഡിറ്റും എല്ലാം തുടങ്ങാനുള്ള ഒരു കാരണം, അതിനുള്ള കമ്പൽഷൻ ഉണ്ടായത്. ദ ബെർത്ത് ഓഫ് മോഡേൺ അക്കൗണ്ടിങ്, ഇനി നമ്മളിപ്പോൾ കാണുന്ന അക്കൗണ്ടിങ് ഉള്ള റൂൾസ് എല്ലാം ഇപ്പോൾ ഉണ്ടായെന്നുള്ളതാണ് നോക്കുന്നത്. ഇൻ 1494 AD, എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് നോക്കിയാൽ 530 വർഷം മുമ്പേ, ലൂക്ക പസിയോളി, വെനീഷ്യൻ മോങ്ക് ആൻഡ് മാത്തമാറ്റീഷ്യൻ, ഒരു വെനീഷ്യൻ മോങ്ക് ആയിരുന്നു, ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു അയാള്. ലൂക്ക പസിയോളി എന്ന് പറഞ്ഞ ആള് പബ്ലിഷ് സുമാ ഡി അരിത്തമെറ്റിക്ക എന്നൊരു ബുക്ക് അങ്ങനെ എഴുതി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജിൽ ആദ്യമായിട്ട് ഒരു ബുക്ക് എഴുതി ഡബിൾ എൻട്രിയെ പറ്റി എഴുതിയ പുള്ളിയാണ്. അങ്ങനെയാണ് ഇതങ്ങ് പ്രശസ്തനായത്. അതുകൊണ്ട് ഇൻട്രൊഡ്യൂസിങ് ദി ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം. ഈ ബുക്ക് കീപ്പിംഗ് എല്ലാം നേരത്തെ തന്നെ ഉണ്ട്, എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു ക്രോഡീകരിച്ച് ഒരു സിംപ്ലിഫൈഡ് ചെറിയ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, കോമൺ ലാംഗ്വേജിൽ ബുക്ക് അങ്ങനെ ഒരു പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം, ഡബിൾ എൻട്രി ബുക്കിംഗ് സിസ്റ്റം ഉണ്ടായി തുടങ്ങിയത്. ദിസ് വാസ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഇന്നോവേഷൻ that became a foundation of modern accounting practices. Transition from manual ledgers to computerized ledgers. In 19th century ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകുകയും ട്രാൻസ്ഫർ ഫ്രം മാനുവൽ ലെഡ്ജേഴ്സ് ടു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് മാറുകയും ചെയ്തു. അക്കൗണ്ട്സ് എല്ലാം നമ്മൾ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് വരാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് മാറി. ഇന്റഗ്രേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ലൈക്ക് ടാലി, ക്വിക്ക് ബുക്സ് ആൻഡ് സാപ്പ് റെവല്യൂഷനൈസ്ഡ് ദ ബുക്ക് കീപ്പിംഗ്. അഡോപ്ഷൻ ഓഫ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർ ഗ്ലോബൽ ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി. അപ്പോൾ അമേരിക്കയിലുള്ള ഒരു അക്കൗണ്ടന്റും ഇന്ത്യയിലുള്ള അക്കൗണ്ടന്റും റെക്കോർഡ് അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കാനായിട്ടാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS ഫോർ ഗ്ലോബൽ ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി അങ്ങനെ ഉണ്ടായത്. അതിന്റെ ബർത്ത് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസി, എങ്ങനെയാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന പ്രൊഫഷൻ ഉണ്ടായത്? ദ മോഡേൺ പ്രൊഫഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒറിജിനേറ്റഡ് ഇൻ സ്കോട്ട്ലാൻഡ് ഇൻ 19th century. സോൾസിറ്റ് എ സോഫ്റ്റ്വെയർ അക്കൗണ്ടിംഗ് സർവീസ് ടു ദെയർ ക്ലയൻസ്. ഈ ലോയേഴ്സ് കുറച്ച് പേര് കുറെ അക്കൗണ്ടിംഗ് വർക്കൗട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെ അവരെ തന്നെ വിളിച്ചു ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അവരെ തന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ദ ടേം ചാർട്ടേഡ് അക്കൗണ്ടന്റ് റീകഗ്നൈസ്ഡ് ഇൻ 1954, 172 years before, when the Institute of Chartered Accountants of Scotland was established. അങ്ങനെയാണ് അതൊരു റീകഗ്നൈസ് ചെയ്യപ്പെട്ടത്. It was established. It became the first professional accounting body. India, in the Institute of Chartered Accountants of India, ICA, was founded in 1949. 1949 ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇതുണ്ടായത്. എങ്ങനെയാണ് ഈ CA പ്രൊഫഷന്റെ ഗ്രോത്ത് ഉണ്ടായത് എന്നുള്ള ഒരു കാര്യങ്ങൾ പറയുകയാണ്. By the middle of the 19th century, Britain's industrial revolution was full swing and London was the financial center of the world. The growth of the limited liability കമ്പനികളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. ആൻഡ് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്, അവിടെ ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ്, ലോജിസ്റ്റിക്, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ലോജിസ്റ്റിക്സ് ഒക്കെ ഉണ്ടായി. ഡിമാൻഡ് സച്ച് ഫോർ മോർ ടെക്നിക്കലി പ്രൊവിഷൻ അക്കൗണ്ടന്റ്. അപ്പോഴാണ് അക്കൗണ്ടൻസിന്റെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ മോർ പ്രൊവിഷ്യൻ്റ് ആയിട്ടുള്ള സാധാ അക്കൗണ്ടന്റ് പോരാ, മോർ പ്രൊവിഷ്യൻ്റ് ആൻഡ് അക്കൗണ്ടന്റ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിംഗ് ദ ഗ്ലോബൽ ട്രാൻസാക്ഷൻ ഡീൽ ചെയ്യാൻ അറിയാവുന്ന പ്രൊവിഷ്യൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസിന്റെ ആവശ്യം കൂടുതലുണ്ടായി. ആസ് കമ്പനീസ് ഈസ് പോളിഫറേറ്റഡ്, ഡിമാൻഡ് ഫോർ റിലയബിൾ അക്കൗണ്ടന്റ് ഷോർട്ട് അപ്പ്. അതിൻ്റെ ഇടയ്ക്ക് കമ്പനികളുടെ എണ്ണം കൂടാൻ തുടങ്ങിയതോടുകൂടി ഡിമാൻഡ് ഫോർ റിലയബിൾ അക്കൗണ്ടന്റ്, അവർക്ക് വിശ്വസിക്കാവുന്ന അക്കൗണ്ടന്റ് കൂടുതൽ ആവശ്യങ്ങളായി വന്നു. ആൻഡ് CA പ്രൊഫഷൻ റാപ്പിഡ്ലി ബിക്കം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. അങ്ങനെ CA പ്രൊഫഷനും ബിസിനസ്സായിട്ട് ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറി, ഒരു ബിസിനസിന്റെ ഇന്റഗ്രൽ പാർട്ടായിട്ട് മാറി. ദ AI എറ ഓഫ് അക്കൗണ്ടിങ്. ഇപ്പൊ അക്കൗണ്ടിങ്ങിൽ ഇപ്പൊ AI വന്നതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. From the ledgers to AI, evolution from handwritten ledgers to accounting system like Tally, Power BI and AI-enabled forecasting. AI വന്നതോടുകൂടി ഹാൻഡ് റിട്ടൺ ലെഡ്ജേഴ്സ് ടു അക്കൗണ്ടിങ് സിസ്റ്റം ലൈക്ക് ടാലി, പവർ BI ആൻഡ് AI വരുമ്പോൾ നമുക്ക് എന്നോട് ഫോർകാസ്റ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അക്കൗണ്ട്സ് ഉപയോഗിച്ച് ഇനി അടുത്ത വർഷം എന്ത് നടക്കുന്നുള്ള AIയോട് ചോദിച്ചാൽ AI പറഞ്ഞു തരും. ഈ ട്രെൻഡ് വെച്ചിട്ടാണെങ്കിൽ
നിങ്ങൾ ഇത്ര രൂപ ടേൺ ഓവർ ഉണ്ടാക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അത് പറഞ്ഞു തരും. എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം എല്ലാം സഹായിക്കും. ഫ്യൂച്ചർ ട്രെൻഡ്സ്, ബ്ലോക്ക് ചെയിൻ ഇൻ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗിൽ ബ്ലോക്ക് ചെയിൻ എന്നൊരു കൺസെപ്റ്റ് വരികയാണ്. നമ്മളിപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് അക്കൗണ്ട് ചെയ്യുന്നത്. ബ്ലോക്ക് ചെയിൻ വരുമ്പോൾ അതിന്റെ ഓരോ സ്റ്റേജും മ്യൂച്വലായിട്ട് എഗ്രി ചെയ്ത ഓരോ സ്റ്റേജും റെക്കോർഡ് ചെയ്യുകയും അതൊരിക്കലും ആർക്കും മാറ്റാൻ സാധിക്കാത്ത വിധത്തിൽ വെക്കുന്നതിനാണ് ഈ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓഡിറ്റിംഗ് വളരെ ഈസി ആക്കും. ഓഡിറ്റിംഗിന് തന്നെ ബ്ലോക്ക് ചെയിനിൽ കൂടെ നടത്താൻ സാധിക്കും. അതിന്റെ ഒരു റെക്കോർഡും നശിച്ചു പോകുന്നില്ല. എല്ലാ ടൈപ്പ് അതിന്റെ എല്ലാ കൺസെപ്റ്റുകളും, ഒരു ട്രാൻസാക്ഷൻ എല്ലാ കൺസെപ്റ്റും നമുക്ക് തപ്പിയെടുക്കാൻ പറ്റും. ഇത് പ്രഡിക്റ്റീവ് അനലിസ്റ്റിക്, പ്രഡിക്റ്റീവ് ആയിട്ട് എന്താ അനലൈസ് ചെയ്യാൻ പറ്റും, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഫ്യൂച്ചർ ട്രെൻഡ്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സിലെ. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ആൻഡ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആർ ദ ഇന്റർപ്രട്ടേഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ട്സിനൊക്കെ വെക്കുന്നത് അത് ഇന്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രോഫിറ്റബിലിറ്റി എത്ര എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന, ഇന്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരാണ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. വാട്ട് ഈസ് അക്കൗണ്ടിങ് ആൻഡ്, ഇനിയിപ്പോൾ അക്കൗണ്ട്സിനെ പറ്റി പറയാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ് ആൻഡ് വൈ ഡു വി നീഡ് ഇറ്റ്? എന്തിനാണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്, ഒരു സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് ചെയ്യുന്ന കാര്യം എന്താണ്? അത് ഡെഫിനിഷൻ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ്. നമ്മൾ പഠിച്ചിട്ടുള്ള, ബി കോമിൽ പഠിച്ചിട്ടുണ്ട്. സി എക്കാരാണെങ്കിൽ സി എക്കാർ പഠിക്കുന്ന കാലത്തെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ രണ്ടാമത് ഇപ്പം നമ്മൾ റിഫ്രഷ് ആയിട്ട് ഇത് റിലാക്സ് ചെയ്ത് കേൾക്കുമ്പോൾ അതിനൊരു അർത്ഥങ്ങളാണ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. റെക്കോർഡ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ചാൽ ബേസിക് ഡോക്യുമെന്റ് വെച്ചാൽ കുറേ ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് കാണും, സെയിൽസ് ഇൻവോയ്സ് കാണും, എക്സ്പെൻസ് വൗച്ചേഴ്സ് കാണും, അങ്ങനെ ഡെബിറ്റ് നോട്ട് കാണും, ക്രെഡിറ്റ് നോട്ട് കാണും. അതൊക്കെയാണ് ബേസിക് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടന്റിന്റെ അടുത്തോട്ട് 10,000-കണക്കിന് ട്രാൻസാക്ഷൻ ഉള്ള ആ ബേസിക് ഡോക്യുമെന്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു സ്റ്റേക്ക് ഹോൾഡറിന്റെ അടുത്ത് പോയി നമുക്കൊരു കാര്യം ഇതും കൊണ്ട് നടക്കേണ്ട വരും, അവരോട് അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ. അതുപോലെ ഒരാളുമായിട്ട് നടത്തിയ സാധനത്തിന്റെ ട്രാൻസാക്ഷൻ സമ്മറി ഒന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ല. അപ്പൊ അങ്ങനെയായിട്ട് ഒരു വർഷത്തെ 25, 30, 50 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 50 തപ്പി എടുക്കേണ്ടി വരും. ഈ ബേസിക് ഡോക്യുമെന്റ് തപ്പി എടുത്ത് വേണം അവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പോഴാണ് മനുഷ്യർ പല കാലഘട്ടങ്ങളിലായി അവരുടെ അനുഭവിച്ച ബുദ്ധിമുട്ടിൽ നിന്നാണ് ഈ റെക്കോർഡ് അക്കൗണ്ടിങ്ങിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അക്കൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ ചെയ്യുന്നത് ജേർണലൈസിങ് ദ ട്രാൻസാക്ഷൻ. ഈ ബേസിക് ഡോക്യുമെന്റ് ഓരോന്നും എടുത്തിട്ട് അത് ബുക്കിലോട്ട് ജേർണലൈസ് ചെയ്യും. ഓരോ ട്രാൻസാക്ഷനും ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്നുള്ള കൺസെപ്റ്റിലാണ്, ഇത് ഡ്യുവൽ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം വന്നിരിക്കുന്നത്. അത് നമ്മൾ ബുക്കിലേക്ക് കൊണ്ടുവരികയും അപ്പോൾ അത് ബുക്കുമായിട്ട് നമുക്ക് പോയി എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ വളരെ ഈസിയായി വന്നു. ഈ ലക്ഷക്കണക്കിനുള്ള ഇൻവോയ്സും ചുമന്നുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ചെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും തപ്പിയെടുക്കേണ്ടതിന് പകരം ജേർണലൈസ് ചെയ്ത ബുക്ക്, ഈ ട്രാൻസാക്ഷൻ എല്ലാം ഒരു ബുക്കിലേക്ക് ഒതുങ്ങി. അതുപോലെ നമുക്ക് ഓരോ ട്രാൻസാക്ഷനും ഒരാളുമായിട്ട് നടത്തിയ ട്രാൻസാക്ഷൻ സമ്മറി കിട്ടേണ്ട വന്നു. അതിന് അത് പക്ഷേ നമ്മൾ ജേർണലൈസ് ചെയ്ത ബുക്കിൽ നോക്കിയാൽ കിട്ടത്തില്ല. അതിനാണ് ലെഡ്ജർ വന്നിരിക്കുന്നത്. ആ ലെഡ്ജർ ശരിയാണോ, അത് കംപ്ലീറ്റ് ആണോ എന്ന് അറിയാനായിട്ടാണ് ട്രയൽ ബാലൻസ് നമ്മൾ എടുക്കുന്നത്. ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് ആണെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കി, പിന്നെ എറർ ഒന്നും ഉണ്ടായിട്ടില്ല, അരിത്തമെറ്റിക്കൽ എറർ ഇല്ല, എല്ലാ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തതെന്നൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതിനുശേഷമാണ് അത് അനലൈസ് ചെയ്യുന്നത്. അനലൈസ് ചെയ്യാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഉണ്ടാക്കുന്നു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. അതെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് എല്ലാം സ്റ്റേക്ക് ഹോൾഡറാണ്. കടം കൊടുത്ത ബാങ്ക് ഷെയർ ഹോൾഡറാണ്. കടം കൊടുത്ത സാധനങ്ങൾ കടം കൊടുത്ത ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് സ്റ്റേക്ക് ഹോൾഡറാണ്. ഇതെല്ലാം നോക്കുന്ന ഈ അക്കൗണ്ട് ചെയ്ത ട്രാൻസാക്ഷൻ സമ്മറൈസ് ചെയ്ത് പിയാനും ബാലൻസ് ഷീറ്റുമായിട്ട് അവരുടെ മുമ്പ് വരുമ്പോൾ അവർക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. വൈ ഡു നീഡ് അക്കൗണ്ടിങ്? ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ഡെഫിനിഷൻ കണ്ടു കഴിഞ്ഞു. വൈ ഡു നീഡ് അക്കൗണ്ടിങ്? ഡിസിഷൻ മേക്കിംഗ്. നമ്മളിപ്പോ ഈ ഹെൽപ്പ് ബിസിനസ് മേക്ക് ഇൻഫോം ഡിസിഷൻ. നമ്മളിപ്പോ അല്ലെങ്കിൽ ഇൻവോയ്സ് മാത്രം ഇങ്ങനെ അടുക്കിയിരുന്ന് കഴിഞ്ഞാൽ അതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അത് സമ്മറൈസ് ചെയ്ത് ട്രയൽ ബാലൻസ് ഉണ്ടാക്കി, പി ആൻഡ് ഉണ്ടാക്കി, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് അത് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കമ്പനി കഴിഞ്ഞ വർഷം ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അല്ല ഇൻവോയ്സ് എല്ലാം കൂടെ എണ്ണി നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ലാഭവും നഷ്ടമൊക്കെ രണ്ടാമത് അവസാനം ഇരുന്നെല്ലാം കണക്കൂട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്പൊ അങ്ങനെ ഇൻഫോം ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നു അക്കൗണ്ടിങ് കൂടെ. കംപ്ലൈൻസ്, എൻഷുർ ദ അഡ്ഹറൻസ് ടു ടാക്സ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ റെഗുലേഷൻ. ടാക്സ് ലോസ്, നമുക്ക് GST കംപ്ലൈ ചെയ്യണം, ഇൻകം ടാക്സ് കംപ്ലൈ ചെയ്യണം,
ഫിനാൻഷ്യൽ റെഗുലേഷൻ ഷെഡ്യൂൾ 3 എല്ലാം ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്യണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്തേ പറ്റുള്ളൂ. പെർഫോമൻസ് മെഷർമെന്റ്, ടാക്സ്, ഇൻകം, എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി. പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ ട്രാക്ക് ഇൻകം, എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഒക്കെ അറിയണം, അക്കൗണ്ടിങ് ചെയ്യണം. ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസി, ബിൽഡ് ട്രസ്റ്റ് അമോങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മൾ ഇത് അക്കൗണ്ട് ചെയ്ത് ഓഡിറ്റർ ഒപ്പുമായിട്ട് ചെല്ലുമ്പോഴാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇത് കിട്ടുന്നത്, ട്രസ്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ തുടങ്ങും. ഓണർ കൂടുതൽ പൈസ എടുത്തുകൊണ്ട് പോയി, ഞങ്ങളുടെ കടം തരുന്നതിന് മുമ്പ് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാകും. അപ്പോൾ അവർ തമ്മിൽ ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ടിങ് ചെയ്താൽ മാത്രമേ ഓഡിറ്റർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുള്ളൂ. ഈ ട്രാൻസാക്ഷൻ കമ്പനി നടത്താൻ ട്രാൻസാക്ഷൻ പുറത്തൊരു ഇത് കിട്ടണം. ഇത് ഫ്യൂച്ചർ പ്ലാനിങ്, എയ്ഡ്സ് ഇൻ ബഡ്ജറ്റിംഗ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. എയ്ഡ്സ് ഇൻ ബഡ്ജറ്റിംഗ്, ബഡ്ജറ്റിന് അക്കൗണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നടന്ന ട്രാൻസാക്ഷൻ വെച്ചിട്ട് അടുത്ത വർഷം എന്തായിരിക്കും നമുക്ക് ബഡ്ജറ്റ് എടുക്കാൻ പറ്റും, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്തവണത്തെ സെയിൽ ഇത്ര, ഒരു 5 വർഷത്തെ, കഴിഞ്ഞ വർഷം 5 വർഷത്തെ സെയിലാണെങ്കിൽ ആ ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് എന്തുണ്ടാവും എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ, റിസോഴ്സ് ഒക്കെ നോക്കി എവിടെയാണ് കൂടുതൽ പെർഫോം ചെയ്തത് അങ്ങോട്ട് കൂടുതൽ റിസോഴ്സ് കൊടുക്കാനായിട്ട്, അലോക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിന്റെ മുന്നോട്ടുള്ള പോക്കിനെ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഫണ്ടമെന്റൽസ് ആൻഡ് കീ പ്രിൻസിപ്പിൾസ് ഇൻ അക്കൗണ്ടിങ്. ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു നേരത്തെ. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് എല്ലാ ബിസിനസ്സുകാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ലിറ്റർ ഒരു ഇതും ചെയ്യാത്ത, ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് പോലും അറിയാം അസസ് ഈക്വൽ ലയബിലിറ്റീസ് പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അത് പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്താണ് ഈ ഡബിൾ എൻട്രി എല്ലാം ഉണ്ടായിരിക്കുന്നത്. അസറ്റ് എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ അസറ്റ് വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റിയും കൊടുത്തു തീർക്കാൻ പറ്റണം, ഓണേഴ്സ് ഇക്വിറ്റിയും, ഓണേഴ്സിന് കൊടുക്കാനുള്ള പൈസയും കൊടുത്തു തീർക്കാൻ പറ്റണം. അപ്പൊ അസറ്റ് കാണിക്കുന്ന എല്ലാം ഇപ്പം വലിയ കമ്പനികളുടെയൊക്കെ അസറ്റിന്റെ വാല്യൂവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെന്ററി വാല്യൂവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലയബിലിറ്റി കണ്ടുപിടിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കീ പ്രിൻസിപ്പിൾസ് എല്ലാം ഫോളോ ചെയ്താണ് അക്കൗണ്ട് ഇരിക്കുന്നത് അറിയണം. ഈ പ്രിൻസിപ്പിൾസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതെന്താന്ന് വെച്ചാൽ ടു ഇൻക്രീസ് ദ ട്രസ്റ്റ് വർത്തൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ്. അവർക്ക് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പി&എൽ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയെന്ന് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ആ പ്രോഫിറ്റില് സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്ത് ഇല്ല, കിട്ടാനില്ലാത്ത സെയിൽസ് കൂടെ അതിനകത്ത് കാണിക്കുക. കളക്ട് ചെയ്യാൻ സെയിൽസ് ബില്ല് അടിച്ചിട്ടുണ്ട്, പക്ഷെ അത് കിട്ടത്തില്ല. എങ്കിലും അത് നമ്മൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ അത് കറക്റ്റായിട്ടുള്ള പ്രൂഡൻസ് കൺസെപ്റ്റ് അത് ഫോളോ ചെയ്യുമെന്ന് പറയാനൊക്കില്ല. അപ്പം കീ പ്രിൻസിപ്പിൾസ് ഇൻ അക്കൗണ്ടിങ് താഴോട്ട് പറയുന്നത് അക്രൂവൽ പ്രിൻസിപ്പിൾ. നമ്മൾ പൈസ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൊടുക്കേണ്ട പൈസ ചെലവായിട്ട് എഴുതണം. അല്ലെങ്കിൽ കിട്ടാനുള്ള പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഇൻകമായിട്ട് ബുക്ക് അതാണ് അക്രൂവൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസ് മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ. ഇതെല്ലാം നമ്മൾ ബികോമിലെല്ലാം പഠിക്കുന്നതാണ്, ബികോമിലെല്ലാം പഠിച്ചിട്ടുള്ളത് അല്ലേ. മാച്ചിങ് കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ലിഫോയോ ഫിഫോയോ അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡ് വാല്യുവേഷൻ, കോസ്റ്റ് സ്റ്റോക്ക് വാല്യുവേഷൻ അങ്ങനെ ഒരു പ്രാവശ്യം ഫോളോ ചെയ്താൽ അത് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ഒക്കെ കോടിക്കണക്കിന് രൂപ മാറിപ്പോകും. അപ്പൊ അതൊന്നും ശരിയാണെന്ന് പറയാനൊക്കത്തില്ല. അത് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമുക്ക് അപ്ലൈ ചെയ്യുന്ന റൂൾസിലെല്ലാം കൺസിസ്റ്റന്റ് ആയിരിക്കണം. പ്രൂഡൻസ് കൺസെപ്റ്റ്, അക്കൗണ്ട് ഫോഴ്സിബിൾ പ്രൂഡൻസ് കൺസെപ്റ്റ് വെച്ചാൽ നമുക്ക് കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് തന്നെ പറയും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം കിട്ടാനുള്ളത് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇൻകം ബുക്ക് ചെയ്യാവുള്ളൂ. പക്ഷെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫോർസിബിൾ, കാണാൻ പറ്റുന്ന എക്സ്പെൻസ് എല്ലാം അക്കൗണ്ട് ചെയ്യണം. പക്ഷെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് മാത്രമേ അക്കൗണ്ട് ചെയ്യാവുള്ളൂ. അതിനാണ് പ്രൂഡൻസ്. അപ്പൊ ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ ചെയ്യുന്നത് എല്ലാവരും വിചാരിക്കുകയാണ്. അപ്പം ഓഡിറ്ററാണേലും അക്കൗണ്ടന്റ് ആണേലും ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾ എല്ലാം അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ അക്രൂവൽ പ്രിൻസിപ്പിൾ നമുക്കറിയാം. മാച്ചിങ് കൺസെപ്റ്റ് ഇൻകം എത്ര ബുക്ക് അതിനോടുള്ള എക്സ്പെൻസ് മാത്രമേ പി&എൽ എഴുതാവുള്ളൂ. വേറെ എന്തെങ്കിലും എക്സ്പെൻസ് നടത്തിയിട്ടുണ്ട്, വേറൊരു ഇൻകം കിട്ടാൻ ചാൻസ് ഉള്ള, അടുത്ത വർഷം കിട്ടാൻ ചാൻസ് ഉള്ള ഇൻകമാണ് നമ്മൾ ബുക്ക് ചെയ്തെങ്കിൽ ആ ഇൻകം അടുത്ത വർഷത്തേക്ക് മാറ്റി, ആ എക്സ്പെൻസ് ഇൻകത്തെ അടുത്ത എക്സ്പെൻസോട് അടുത്ത വർഷത്തേക്ക് നമ്മൾ മാറ്റണം. അതാണ് മാച്ചിങ് കൺസെപ്റ്റ് ഉള്ളത്. എത്ര ഇൻകം പി&എൽ കാണിച്ചിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ് മാത്രമേ പി&എൽ ഡെബിറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനെ ചെയ്യണം. അതൊക്കെ അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കണം. അത് കൺസിസ്റ്റൻസി ഓഡിറ്റർ പറഞ്ഞിരിക്കണം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഡെഫിനിഷൻ. ഇനി ഡബിൾ എൻട്രി സിസ്റ്റം അങ്ങനെ വന്നു എന്ന് പറയുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യകത എന്താണെന്ന് നമ്മൾ കണ്ടു. ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അസറ്റ് ഈസ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി. അത് വേരിയേഷൻ വരാതാണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം വന്നിരിക്കുന്നത്.
ഡബിൾ എൻട്രി സിസ്റ്റം ഡെഫിനിഷൻ എന്ന് പറയുന്നത് എ സിസ്റ്റം വെയർ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു ആസ്പെക്ട് ദാറ്റ് അഫക്ട്സ് ടു അക്കൗണ്ട്സ്. നമ്മൾ പറഞ്ഞ പല റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സുകൾ ഒരു റിസോഴ്സുള്ള മാറ്റം മറ്റൊരു റിസോഴ്സിനെ അഫക്ട് ചെയ്യും. അങ്ങനെ ഓരോ ഈക്വൽ ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഈക്വൽ ടു സൈനുള്ള അപ്പുറമുള്ള അത് ടാലി ആയിരിക്കും. ദാസ് മെയിൻറ്റൈനിങ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ഓണർ. എപ്പോഴും അത് അസറ്റ് ഈസ് ഈക്വൽ ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി എന്നുള്ള കൺസെപ്റ്റ് വേരി ചെയ്യാതാണ് ഈ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനാണ് ഡബിൾ എൻട്രി സിസ്റ്റം നെറ്റ്വർക്ക് വന്നിരിക്കുന്നത്. കീ ഫീച്ചേഴ്സ് ഡ്യൂവൽ ആസ്പെക്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അപ്പം ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിലുള്ള കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്യൂവൽ ആസ്പെക്ട് എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റാണ്. കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് റിക്കാർഡിങ്. കംപ്ലീറ്റ് ആക്യുറേറ്റ് റിക്കാർഡിംഗ് ആണോ എന്നുള്ളത് ഉറപ്പിക്കാൻ ഡബിൾ എൻട്രി സിസ്റ്റം പണ്ട് സിംഗിൾ എൻട്രി സിസ്റ്റം ആയിരുന്നു. അതിനൊരു സ്ട്രക്ചർ ഇല്ലായിരുന്നു. അവർക്ക് ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഐറ്റം മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് ആണോ എന്ന് അറിയാനുള്ള വകുപ്പില്ലായിരുന്നു. ഫൗണ്ടേഷൻ മോഡേൺ അക്കൗണ്ടിങ്. ഡബിൾ എൻട്രി സിസ്റ്റമാണ് മോഡേൺ അക്കൗണ്ടിങ്ങിന്റെ വളരെ സിമ്പിൾ ആയിട്ട് 3 ഫോമുലയാണ്, 3 ഇക്വേഷനാണ് ഇത് 3 റൂൾ വെച്ചിട്ടാണ് ഇത് ഡബിൾ എൻട്രി നമ്മൾ പാസ്സാക്കുന്നത്. അപ്പോൾ ഏറ്റവും സിമ്പിളും ബട്ട് പക്ഷെ മോർ പവർഫുൾ എന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ ഡയലോഗ് പോലുള്ള സംഭവമാണ് അക്കൗണ്ടിങ് ഫോമുലയും അക്കൗണ്ടിങ് റൂളും ഒക്കെ. സിസ്റ്റത്തിലുള്ള ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവർ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ അക്കൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ ആ ഡാറ്റ ആദ്യം കളക്ട് ചെയ്യണം. ബേസിക് ഡോക്യുമെന്റ് ആദ്യം കളക്ട് ചെയ്യണം. അത് പർച്ചേസ് ബില്ല്, സെയിൽസ് ബില്ല് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ട് അത് ജേർണലൈസ് ചെയ്യുക. ഒരു ബുക്കിലോട്ട് അത് മാനുവൽ അക്കൗണ്ടിങ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജേർണലൈസ് ചെയ്യുക. നമ്മൾ ടാലിക്കകത്ത് അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ആ ജേർണലൈസ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ലെഡ്ജർ പോസ്റ്റിംഗ് ഒരുമിച്ച് കഴിയും, ട്രയൽ ബാലൻസ് കിട്ടുന്നു, റിപ്പോർട്ട് കിട്ടുന്നു, എല്ലാം കിട്ടുന്നു. അതാണ് ടാലിയുടെ പ്രധാനം. മറ്റേ മാനുവലായിട്ട് ഞങ്ങളൊക്കെ ചെറുതായിട്ട് ഞങ്ങളായിട്ട് ആർട്ടിഫിഷ്യൽ പോയി ചെയ്യുമ്പോൾ എല്ലാം മാനുവൽ ആയിരുന്നു. ലെഡ്ജറിൽ ആരും കമ്പ്യൂട്ടറൈസ് അക്കൗണ്ടിലേക്ക് കൂടുതൽ കടന്നിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ജേർണലൈസ് ആദ്യം ഒരു വലിയ ജേർണലിലേക്ക് എഴുതും. വലിയ വലിയ കമ്പനിയാണ്, വലിയ വലിയ തടിയും ബുക്കുകളായിരിക്കും. അതെല്ലാം ഒരു അക്കൗണ്ടിൽ നിന്ന് ജേർണലൈസ് ചെയ്യും. അതിനെ പോസ്റ്റ് ചെയ്ത് ലെഡ്ജറിലേക്ക് വരും. പിന്നെ ട്രയൽ ബാലൻസ് എടുക്കുമ്പോൾ ടാലി ആയാലും ആദ്യം തൊട്ട് പിന്നെയും ചെക്ക് ചെയ്ത് അക്കൗണ്ടിങ് ആദ്യം ട്രയൽ ബാലൻസ് എടുത്ത് നോക്കും. ടാലി അല്ലെങ്കിൽ ലെഡ്ജർ ടോട്ടൽ ചെയ്ത് നോക്കും. പിന്നെ ഡേ ബുക്ക് ടോട്ടൽ ചെയ്ത് നോക്കും. അത് ടാലിയാണ്, ചെറിയ പരിപാടിയല്ലായിരുന്നു. അപ്പോൾ ടാലിയിലോട്ടൊരു എൻട്രി പോസ്റ്റ് ചെയ്ത് ഓട്ടോമാറ്റിക് ലെഡ്ജർ പോസ്റ്റിംഗ് ചെയ്യുന്നു. അത് ഓട്ടോമാറ്റിക് ട്രയൽ ബാലൻസിലോട്ട് പോകുന്നു, ട്രയൽ ബാലൻസ് തരുന്നു, ട്രയൽ ബാലൻസ് നേരെ ബാലൻസിലോട്ട് പോകുന്നു, പി ആൻഡിലേക്ക് പോകുന്നു. അങ്ങനെ പി ആൻഡ് ബാലൻസ് ഷീറ്റ് എല്ലാം ഒറ്റ എൻട്രി കൂടെ കിട്ടുകയാണ്. അപ്പോൾ അതിനാണ് മാനുവൽ അക്കൗണ്ടിങ് സിസ്റ്റവും നമ്മുടെ ടാലി അക്കൗണ്ടിങ് സിസ്റ്റവും ആയിട്ടുള്ള വ്യത്യാസം. ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട്, ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട്സ്, പേഴ്സണൽ അക്കൗണ്ട്സ്. നമ്മൾ ഇത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഏത് ടൈപ്പ് ക്ലാസിഫൈ ചെയ്യപ്പെട്ട അക്കൗണ്ട്സ് ആണ് നമുക്ക് അറിയണം. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ, ഫേംസ്, കമ്പനീസ്, എല്ലാം വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടാണ്. അത് പേഴ്സണൽ അക്കൗണ്ട് തന്നെ പല ടൈപ്പ് ഉണ്ട്, താഴോട്ട് വരുന്നുണ്ട്. നാച്ചുറൽ പേഴ്സൺ ഉണ്ട്. നമ്മൾ വിചാരിക്കും പേഴ്സൺ എന്ന് പറയുമ്പോൾ സ്വന്തം ഒരു വ്യക്തി മാത്രമാണെന്ന് വിചാരിക്കും. അല്ല, 3 ടൈപ്സ് ഓഫ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. നാച്ചുറൽ പേഴ്സൺ നമ്മൾ സാധാരണ മനുഷ്യര്. പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കമ്പനി, സൊസൈറ്റി എല്ലാം അതിന് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. അത് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് അക്കൗണ്ട്സ് കണക്കാക്കുന്നത്. റെപ്രസെന്റേറ്റീവ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിഫ്ലെക്ട്സ് ദ കളക്റ്റീവ് അക്കൗണ്ട്സ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ് അക്കൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്, അക്കൗണ്ട് ഒക്കെ എവിടെ കിടന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് ആക്ച്വലി പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതിന്റെ റിഫ്ലക്ട് കളക്റ്റീവ് അക്കൗണ്ട്സ് എന്ന് അതിന് പറയുന്നത്. ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് അക്കൗണ്ട്, ഇതെല്ലാം പേഴ്സണൽ അക്കൗണ്ടിലെ കളക്റ്റീവ് അക്കൗണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ പേഴ്സണൽ അക്കൗണ്ടിന്റെ റൂൾ വേണം അവിടെ അപ്ലൈ ചെയ്യാനായിട്ട്. പറഞ്ഞു റിയൽ അക്കൗണ്ട് റിലേറ്റഡ് ടു അസറ്റ് ആൻഡ് പ്രോപ്പർട്ടീസ്, അസറ്റ് ഓർ പ്രോപ്പർട്ടീസ്. നമ്മൾ ക്യാഷ്, ബിൽ പേയബിള്, ലാൻഡ്, എക്സ്ട്രാ. പക്ഷെ ബാങ്ക്, HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതൊരു ഫേം, ഒരു കമ്പനിയാണ്. അതുകൊണ്ട് അത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പക്ഷെ ക്യാഷ് എന്ന് പറഞ്ഞാൽ റിയൽ ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് അതൊരു റിയൽ അക്കൗണ്ട്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ബിൽസ് പേയബിൾ, ലാൻഡ് ഒരു അസറ്റ് ആണ്. അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട് നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് എല്ലാം റിയൽ അക്കൗണ്ട് ആണ്. ക്യാഷ് ഉണ്ട്, ബിൽസ് പേയബിൾ ഉണ്ട്, ലാൻഡ് ഉണ്ട്, അതെല്ലാം റിയൽ അക്കൗണ്ട്. അപ്പൊ ഇത് ഏത് കാറ്റഗറി പെടുന്ന, ഏത് ക്ലാസിഫിക്കേഷൻ വരുന്ന അക്കൗണ്ട് ആണെന്ന് അറിഞ്ഞിട്ട് വേണം ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട്. റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് ടു ഇൻകം, എക്സ്പെൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസസ്. ഇൻകമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം നോമിനൽ അക്കൗണ്ട് ഉണ്ട്. എക്സ്പെൻസ് ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് കാണുവാണെങ്കിൽ അത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പൊ അതിന്റെ റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഫിറ്റ് ആൻഡ് ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അക്കൗണ്ട് കാണുവാണെങ്കിൽ
അത് നോമിനൽ അക്കൗണ്ട്, സാലറി, റെന്റ്, ഇൻട്രസ്റ്റ്, കമ്മീഷൻ ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. റൂൾസ് ഓഫ് അക്കൗണ്ടിങ്. ഈ ഗോൾഡൻ റൂൾസ് എന്താണ്? നമ്മൾ പറഞ്ഞ ഗോൾഡൻ റൂൾ അപ്ലിക്കേഷൻ വരും. ടു ജേർണലൈസ് ട്രാൻസാക്ഷൻ, ഈ സോഴ്സ് ഡോക്യുമെന്റ് നമുക്ക് കിട്ടിയ അതിന് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് കമ്പനിയിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷനും ഒരു ബേസിക് ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഡോക്യുമെന്റ് ജേർണലൈസ് ചെയ്യാനായിട്ട് ഒരു റൂൾ വേണമായിരുന്നു. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരുത്തർക്കും തോന്നുന്ന പോലെ അക്കൗണ്ട് ചെയ്യാതെ, ഒരു റൂളിൽ കൂടെ പോയില്ലെങ്കിൽ ഒരു അക്കൗണ്ട് ചെയ്യുന്നതായിരിക്കില്ല വേറൊരു അക്കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് റൂൾ വെച്ചിട്ട് എല്ലാവരും മാത്രമേ യൂണിഫോമിറ്റി കിട്ടുള്ളൂ. സിസ്റ്റമാറ്റിക് മാനായിട്ട് കളക്ട് ചെയ്യാണ്ട് ഫോളോ ചെയ്യണം, ചില റൂൾ ഫോളോ ചെയ്യണമെന്നും അതിനെയാണ് പറയുന്നത് ഗോൾഡൻ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിന്റെ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ ബേസിക് ആയിട്ട് കേൾക്കുന്ന കാര്യമാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിസീവ് ചെയ്യുന്ന ആൾക്കാരെ ഡെബിറ്റ് ചെയ്യണം, കൊടുക്കുന്ന ആൾക്കാരെ എല്ലാം ക്രെഡിറ്റ് ചെയ്യണം. റിയൽ അക്കൗണ്ട് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. റിയൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ അസറ്റുമായിട്ട് പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? എന്ത് അസറ്റ് ഇങ്ങോട്ട് വരുന്നോ അതിനെ ഡെബിറ്റ് ചെയ്യണം, എന്ത് അസറ്റ് അങ്ങോട്ട് പുറത്തോട്ട് പോകുന്നോ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. നോമിനൽ അക്കൗണ്ട് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. പിയാനിലെ ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എക്സ്പെൻസും ലോസസിനെ നമ്മൾ അത് കൂടുന്നതനുസരിച്ച് ഡെബിറ്റ് ചെയ്യണം, കുറയുന്നതനുസരിച്ച് ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം ആണെങ്കിൽ ഇൻകം സൈഡിലുള്ള ഹെഡിങ് എല്ലാം കൂടെ പുതിയതായിട്ട് അഡീഷണൽ ആയിട്ട് ഇൻകം വരുന്നതെല്ലാം ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം വരെ കുറയുന്ന ഇതുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലുള്ള അസറ്റ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റി സൈഡിലുള്ള ലയബിലിറ്റി കൂടുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ലയബിലിറ്റി കുറയുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് എല്ലിനകത്താണെങ്കിൽ ഇൻകം സൈഡിൽ ഇൻകം കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം കുറയുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. പി ആൻഡ് എക്സ്പെൻസ് സൈഡിലാണെങ്കിൽ എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസ് കുറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെ അത് ഗോൾഡൻ റൂളാണ്. അത് അമേരിക്കൻ പിള്ളേർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ വിധത്തിലാണ്, ആ ലോജിക്ക് വെച്ചിട്ടാണ്. ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഇമ്മീഡിയറ്റ് ക്യാഷ് ട്രാൻസാക്ഷൻ. ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻ 4 വിധത്തിലുണ്ട്. ക്യാഷ് ട്രാൻസാക്ഷൻ ഇൻവോൾവ് ഇമ്മീഡിയറ്റ് ക്യാഷ് എക്സ്ചേഞ്ച്. നമ്മൾ ക്യാഷ് കൊടുത്ത ഉടനെ തന്നെ ക്യാഷ് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ഡിഫേർഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. പേയ്മെന്റ് ഓർ റെസിപ്റ്റ് ഡിഫേർഡ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. മാറ്റി വെക്കുക, പൈസ കൊടുക്കുന്നു, ബാങ്കിലൂടെ പൈസ കൊടുക്കുന്നു ഒക്കെ മാറ്റി വെച്ച് നമ്മൾ ക്രെഡിറ്റ് എൻട്രി സാധനം കടമായിട്ട് വാങ്ങിക്കുമ്പോഴാണ് അതിന്റെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ടു ഓണേഴ്സ് ഇക്വിറ്റി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്. അതിനാണ് ഓണർ ഇക്വിറ്റിയും അവരുടെ ഇൻവെസ്റ്റ്മെന്റും എല്ലാം കൂടെ കൂടി അതിനെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് പറയും. റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റൂട്ടീൻ ഓപ്പറേഷൻ ലൈക്ക് സെയിൽസ്, പർച്ചേസ് ആൻഡ് സർവീസിനെല്ലാം റവന്യൂ ട്രാൻസാക്ഷൻ എന്ന് പറയും. സോഴ്സ് ഡോക്യുമെന്റ്സ് നമുക്കറിയാം, ഞാൻ പറഞ്ഞു നേരത്തെ, സെയിൽസ് ആൻഡ് പർച്ചേസ് ഇൻവോയ്സ്. ഒരു അക്കൗണ്ടന്റ് അവിടെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് അയാളുടെ കൈ കിട്ടുന്ന സാധനമാണ് സോഴ്സ് ഡോക്യുമെന്റ്. ആ സോഴ്സ് ഡോക്യുമെന്റിൽ ഓരോ ഐറ്റം ഓരോ ട്രാൻസാക്ഷൻ ആണ്. ആ ട്രാൻസാക്ഷനെ ജേർണലൈസ് ചെയ്യുക, ആദ്യം അതിനെ പോസ്റ്റ് ചെയ്ത് ലെഡ്ജർ ഉണ്ടാക്കുക. ലെഡ്ജറിൽ നമുക്ക് നമ്മൾ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നു. ട്രയൽ ബാലൻസിന് ട്രേഡിംഗ് പോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നു. ഇത്രയും പണിയാണ് ഒരു അക്കൗണ്ടന്റ് ബേസിക് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ നേരത്തെ ഇതെല്ലാം പോസ്റ്റ് ചെയ്ത് ടോട്ടൽ ചെയ്ത് ടാലി ആക്കാനൊക്കെ ഉള്ള പാട് കിട്ടുന്ന സമയത്ത് ടാലി വന്നപ്പോൾ ഇതിനെല്ലാം വളരെ ഈസി ആയിട്ട് ഒരു എൻട്രി ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ലെഡ്ജറിൽ പോസ്റ്റ് ആകുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽസ് റിപ്പോർട്ടും അത് ഓട്ടോമാറ്റിക് ഉണ്ടാക്കി തരുന്നത് വളരെ ഈസി ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അക്കൗണ്ടിങ് ഈസ് ഫോർ ബിസിനസ് റിസോഴ്സ് അക്കൗണ്ടിങ് ഈസ് ഫോർ ബിസിനസ് റിസോഴ്സ് മാനേജ്മെന്റ്. ഒരു ബിസിനസ് നമ്മൾ പറഞ്ഞു, ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓരോ ഐറ്റവും അതിന്റെ ഓരോ ബിസിനസ് റിസോഴ്സ് എന്നാണ് പറയുന്നത്. ഈ റിസോഴ്സിനെ മാനേജ് ചെയ്യാനാണ് അക്കൗണ്ടിങ് ഉണ്ടാകുന്നത്. നമുക്കറിയാലോ, ഒരു റിസോഴ്സിലുള്ള മാറ്റം വേറൊരു റിസോഴ്സിനെ അഫക്ട് ചെയ്യുന്നതാണ് ആ കൺസെപ്റ്റാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ വന്നിരിക്കുന്നത്. ഓൾ ദി തിങ്സ് ദാറ്റ് ആർ ഇൻവോൾവ് ഇൻ ബിസിനസ് ആർ കോൾഡ് ബിസിനസ് റിസോഴ്സസ്. എക്സാമ്പിൾ ഫിക്സഡ് അസറ്റ്, ഇൻവെന്ററി, ബാങ്ക് ബാലൻസ്, ക്യാഷ് ബാലൻസ്, സൺഡി ഡെപ്റ്റേഴ്സ്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് ലോൺ, കറന്റ് ലയബിലിറ്റീസ്, സൺഡി ക്രെഡിറ്റേഴ്സ്, എക്സെട്രാ. ടു ഹാൻഡിൽ ദിസ് റിസോഴ്സസ് ഫോർ ബിസിനസ് വി നീഡ് ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിങ്. അപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആള് അവിടെ ഇരുന്ന് അവിടെ നടക്കുന്ന ബിസിനസ്മാൻ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു സ്റ്റോറി പോലെ എഴുതി വെക്കുന്ന പരിപാടിയാണ് അക്കൗണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബിസിനസ് റിസോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ബിസിനസ് ഓർഗനൈസിനെ രേഖപ്പെടുത്തി വെക്കുക, മാറ്റങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. അങ്ങനെ ഒരു വർഷം നടന്നപ്പോൾ ആ മാറ്റങ്ങളെല്ലാം കൂടിയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും അസറ്റ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം കാര്യങ്ങൾ ആണ് ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ടാലിയിലേക്ക് വരാനുള്ള കാര്യം എന്താണ്? ടാലി എന്ന് പറയുന്നത് ടാലി ഈസ് എ റിസോഴ്സ് മാനേജിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാര്യം എന്താണ്? ടാലി ഈസ് എ റിസോഴ്സ് മാനേജ് പറഞ്ഞാൽ ബിസിനസ്സിന് താഴെ വരുന്ന എല്ലാ കാര്യങ്ങളും
ഒരു റിസോഴ്സായിട്ട് കാണാം. ക്യാഷ് ഒരു റിസോഴ്സാണ്, ഫിക്സഡ് അസറ്റ് ഒരു റിസോഴ്സാണ്, ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ റിസോഴ്സാണ്. ഇങ്ങനെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റൽ റിസോഴ്സാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നിട്ട് ലോൺ റിസോഴ്സാണ്, കടം തന്ന ആൾക്കാരെല്ലാം ഓരോരുത്തരും റിസോഴ്സാണ്. അങ്ങനെ എല്ലാ റിസോഴ്സിനെയും മാനേജ് ചെയ്യുക എന്നതായിട്ടുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അത് ബിസിനസ്സിന് മുന്നോട്ട് പോകാനുള്ള കൺസെപ്റ്റിന് ഡിസിഷൻ എടുക്കാനുള്ള കൺസെപ്റ്റ് എല്ലാം ആവശ്യമാണ്. ടാലി എന്ന് പറഞ്ഞ ടാലി ഉണ്ടാക്കിയ ഒരാൾ വ്യക്തി എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമർ ആയിരിക്കും. അങ്ങനെ ലോജിക്കലായിട്ട് മൊത്തത്തിനെ ഈ ബിസിനസ്സിനെ മൊത്തം ലോജിക്കായിട്ട് കണ്ടാണ്ട് അങ്ങനെ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മാത്തമാറ്റിക് എക്സ്പേർട്ടോ അക്കൗണ്ടിങ് എക്സ്പേർട്ടോ ഒന്നും ഓഡിറ്ററോ ഒന്നും അല്ല. അങ്ങനെ ഒരു എഞ്ചിനീയറാണ്. അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ആണ് ജോലി. അങ്ങനത്തെ ലോജിക്ക് വെച്ചാണ് അയാൾ ഉണ്ടാക്കുന്നത്. അപ്പം ഈ മൊത്തം ബിസിനസ്സിനെ അയാൾ റിസോഴ്സായിട്ട് കണക്കാക്കി, ഓരോ ഐറ്റത്തെ റിസോഴ്സാക്കി കണക്കാക്കുകയും അതിനെ രണ്ടായിട്ട് അങ്ങ് തിരിച്ചു കളഞ്ഞു. ഈ ഇൻവെന്ററി ഐറ്റംസ് ഒഴിച്ചിട്ട് ബാക്കിയുള്ള റിസോഴ്സിനെല്ലാം അയാൾ ലെഡ്ജർ എന്നൊരു പേര് കൊടുത്തു. സെയിൽസ് ആണ് സെയിൽസ് അക്കൗണ്ട്, സെയിൽസ് ലെഡ്ജർ അക്കൗണ്ട്, പർച്ചേസ് ആണ് പർച്ചേസ് ലെഡ്ജർ അക്കൗണ്ട്, എക്സ്പെൻസ് ആണ് എക്സ്പെൻസ് ലെഡ്ജർ അക്കൗണ്ട്. അങ്ങനെ ലോജിക്കലായിട്ട് ഈ റിസോഴ്സിനെ വേർതിരിച്ചു. എക്സെപ്റ്റ് ഇൻവെന്ററി എല്ലാം ലെഡ്ജറിന് പേര് കൊടുത്തു, ഇൻവെന്ററിന്റെ എല്ലാം ഇൻവെന്ററി ഐറ്റം എന്നും പേര് കേട്ടോ. അങ്ങനെ റിസോഴ്സിനെ മാനേജ് ചെയ്യാം. ഒരു റിസോഴ്സിലുള്ള എഫക്റ്റ് ഒരു ചേഞ്ച് മറ്റൊരു റിസോഴ്സിനെ ബാധിക്കുന്നുള്ള കൺസെപ്റ്റ്, ആ ലോജിക്കാണ് ആ പ്രോഗ്രാമർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം വളരെ ഈസി ആയിട്ട് മാറി ടാലി എന്ന് പറയുന്നത്. ആ ലോജിക്ക് വന്നപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ടാലിയിൽ അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിനകത്തെല്ലാം ലെഡ്ജർ എന്നുള്ള പേരുള്ള ഈ ലെഡ്ജർ എന്ന് പറയുന്നത് എല്ലാം ബിസിനസിന്റെ റിസോഴ്സ് ആണ്. ഒരു ലെഡ്ജറിൽ ഉണ്ടാകുന്ന കൂടം മറ്റൊന്നിനെ കുറയ്ക്കുകയോ ഏതെങ്കിലും അക്കൗണ്ടിനെ കൂടുതൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യുന്ന ആ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഓണേഴ്സ് ഇക്വിറ്റി ഉള്ള ഫോമുല മാറാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇനി അഡ്വാൻറ്റേജ് ഓഫ് ടാലിക്കുള്ള അഡ്വാൻറ്റേജസ് എന്താണ്? മറ്റ് ട്രാൻസാക്ഷൻ മറ്റ് ഇതിലൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ, മറ്റ് സോഫ്റ്റ്വെയറുമായിട്ടോ അല്ലെ മറ്റ് മാനുവൽ അക്കൗണ്ടിങ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ടാലിക്കുള്ള ഇമ്പോർട്ടൻസ് എന്താണ് അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കുകയാണ്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. ഇപ്പോൾ ടാലി നമ്മളിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം കണ്ടാൽ മനസ്സിലാകുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ബട്ടൺസ് എല്ലാം ഒരു അടുക്കിപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ക്രിയേറ്റ് ചെയ്യുക, കമ്പനി ക്രിയേറ്റ് ചെയ്യാനും ആൾട്ടർ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും കമ്പനികൾ തമ്മിൽ ചേഞ്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനും കമ്പനി പർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്യാനും കമ്പനി ക്ലോസ് ചെയ്യാനും ഉള്ള എല്ലാം ഒരു ഇതിലേക്ക് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾക്ക് നോക്കിയാലും ഇത് കമ്പനിയിൽ കാണുമ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മനസ്സിലാവും. കണക്ട് വിത്ത് കമ്പനി നമ്പർ എന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ കൂടെ കണക്ട് ചെയ്യാൻ, മറ്റ് കമ്പനിയിലെ ടാലി ആയിട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ട് എന്നുള്ള ഓപ്ഷനാണിത്. റിമോട്ട് അസസ് അറിയാം, ബ്രൗസർ അസസ് ഉണ്ട്, ഫീച്ചേഴ്സ്. ഫീച്ചർ എന്ന് പറയുന്നതാണ് ഇതിന്റെ മാസ്റ്റർ എന്ന് പറയുന്നത്. ടാലിയുടെ മാസ്റ്ററാണ് ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ ഇപ്പം GST ആപ്പ് വേണോ ചോദിച്ചാൽ യെസ് എന്ന് കൊടുത്താൽ ഈ ടാലിക്കകത്ത് ചെയ്യുന്ന എല്ലാ ഈ ഈ ടാലി ഈ അക്കൗണ്ടിങ് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ ലെഡ്ജർ കമ്പനി ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻ GST ആപ്പ് ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആക്റ്റീവ് ആവും. അതുപോലെ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് മാത്രം മതിയോ, അതിൻ്റെ ഇൻവെന്ററി കൂടെ വേണോ എന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഇൻവെന്ററി കൂടെ കമ്പൈൻ ചെയ്താൽ ചെയ്യാം. അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓൺലൈൻ അസസ്, പേ റോൾ, അതേഴ്സ്. അപ്പോൾ ഇത് മാസ്റ്റർ നമ്മൾ കമ്പ്യൂട്ടർ ബാങ്ക് കൊടുത്തൊക്കെ പോകുമ്പോൾ മാസ്റ്റർ ചെക്ക് ചെയ്യുന്ന പോലെയാണ് ഒരു ടാലിയിൽ ഈ F11 ഫീച്ചർ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പനിക്ക് മൊത്തമായിട്ട് ആപ്ലിക്കബിൾ ആവും. അപ്പോൾ GST ഒക്കെ ആപ്ലിക്കബിൾ ആക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഇവിടെ മാനേജ് കമ്പനി ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ബാക്കപ്പ് ഡാറ്റ, റീസ്റ്റോർ ഡാറ്റ, സ്പ്ലിറ്റ് ഡാറ്റ, റിപ്പയർസ്, മൈഗ്രേറ്റ്, അതുപോലെ എക്സ്ചേഞ്ച്, GST ഒക്കെ എക്സ്ചേഞ്ചിൽ കൂടെയാണ് ഫയൽ ചെയ്യേണ്ടത്. GST ലോഗിൻ ആൻഡ് ലോഗ് ഔട്ട്, GSTയിലോട്ട് ലോഗിൻ ചെയ്യാം. സെൻഡ് ടു ഇൻവോയ്സിംഗ്, സെൻഡ് ഫോർ ഇൻവോയ്സിംഗ്, സെൻഡ് ഫോർ ഇവേ ബിൽ, ഇവേ ബിൽ നമുക്ക് ഇവേ ബില്ലിന് അയക്കാം. അപ്ഡേറ്റ് GST റിട്ടേൺ, അപ്ലോഡ് GST റിട്ടേൺ. നമ്മൾ ടാലിയിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് GST റിട്ടേൺ ഓപ്ഷനെ കൊണ്ടാണ്. പിന്നെ ഫയൽ ചെയ്യാം. അപ്ലോഡ് ചെയ്ത ശേഷം ഫയൽ GSTR 1 എന്ന് പറയും. ആദ്യം അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ GSTR 1 പറയുമ്പോൾ 0 റിട്ടേൺ ആയിട്ട് മാറും. അപ്പോൾ അപ്ലോഡ് GST റിട്ടേൺ ഉണ്ട്, ഡൗൺലോഡ് GST റിട്ടേൺ. അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ ഡാറ്റ എല്ലാം ഡൗൺലോഡ് ചെയ്ത് റെക്കൺസിൽ ചെയ്ത് തരും ഒറ്റയടിക്ക്. ഏതൊക്കെയാണ് ബുക്കിലുള്ളത് ഇത് ഡൗൺലോഡ് ചെയ്ത ഡാറ്റയ്ക്കകത്ത് നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞാൽ നമ്മളോട് GST റിട്ടേൺ ഫയൽ ചെയ്ത കാര്യമാണ് ഡൗൺലോഡ് ആയി വരുന്നത്. അപ്പോൾ GST റിട്ടേൺ ഫയൽ ആദ്യം ഡൗൺലോഡ് ചെയ്തിട്ട് ബുക്കിലുള്ള ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് എവിടെയാണ് വേരിയേഷൻ എന്ന് പറഞ്ഞു തരുന്ന
ഈസി, വളരെ 5 മിനിറ്റ്സ് പരിപാടിയായിട്ട് മാറി. അപ്പൊ അത് പിന്നെ അത് നമ്മൾ അനലൈസ് നോക്കണം. എന്ത് വേരിയേഷൻ പറയുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അതിന്റെ എന്തുകൊണ്ടാണ് വന്നത് നമ്മൾ നോക്കണം. അങ്ങനെയാണ് റെക്കൺസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡൗൺലോഡ് GST റിട്ടേൺ റിഫ്രഷ് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് മാറി എന്നറിയാം. റിഫ്രഷ് GST റിട്ടേൺ നോക്കാം. ഫയൽ GSTR നമ്മൾ പറഞ്ഞ ആദ്യം അപ്ലോഡ് GST റിട്ടേൺ കൊടുത്ത് 1 കൊടുത്തിട്ട് ഫയൽ GSTR 1 കൊടുത്ത ഫയൽ ചെയ്യാം. 3B നമുക്ക് ഫയൽ GSTR വന്നിട്ടില്ല. അത് നമ്മൾ ഓൺലൈനായിട്ട് കയറി സൈറ്റിൽ കയറി ചെയ്യണം. ഡാറ്റ സിങ്ക്രണൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, GST ആയിട്ട് ബന്ധപ്പെട്ട കാര്യം. ഈ ഗോറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് ഗോറ്റു. അല്ലെങ്കിൽ ഏതെങ്കിലും ഫീച്ചേഴ്സിലായിട്ട് പോകാനായിട്ട് നമ്മളിങ്ങനെ തപ്പി തപ്പി വിൻഡോയിൽ കയറി ഇങ്ങനെ പോകണമെന്നില്ല. അവിടെ കൂടെ നമുക്ക് ഗോറ്റുവിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അത് അടിച്ചു കൊടുത്തതിൽ ഇങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകും. പിന്നെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സൽ ചെയ്ത് വെച്ച ഡാറ്റയൊക്കെ ഇമ്പോർട്ട് ചെയ്ത് ടാലിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ സഹായിക്കും. മാസ്റ്റർ ട്രാൻസാക്ഷൻ അതിൻ്റെ ഉള്ള ഒരു എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏത് ടാലി ഫോർമാറ്റ് എല്ലാം ഇതിനകത്തുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഡാറ്റ ഇട്ടിട്ട് ഇമ്പോർട്ട് ചെയ്താൽ ടാലിയിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് കൊണ്ട് ടാലിയിൽ എക്സലിൽ ഇട്ട് ഡാറ്റ കൊണ്ട് ടാലിക്കകത്ത് കയറും. എക്സ്പോർട്ട് നമ്മൾ ടാലി ഇവിടെ കാണുന്ന റിപ്പോർട്ടുകളൊക്കെ എക്സ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സേവാസ് എന്നുള്ള ഫീച്ചർ കൊടുത്ത് നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓരോ കമ്പനിയിൽ എത്ര റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പനിയിനകത്ത് തന്നെ സേവ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ പുറത്ത് വന്നാലും ആ ഡാറ്റ അവിടെ കാണാൻ സാധിക്കും. അത് ഗോറ്റു എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ച് ആ റിപ്പോർട്ട് പോയി കണ്ടുപിടിക്കാറുണ്ട്. ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അതേസ് പ്രിന്റ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ടാലി ക്യാപിറ്റൽ ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണിത്. അത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓരോന്നെടുത്താലും ഓരോ ഫീച്ചേഴ്സ് ഇങ്ങനെ തെളിഞ്ഞ് വരും. ട്രാൻസാക്ഷൻ വൗച്ചിങ് എടുത്തു കഴിഞ്ഞാൽ വൗച്ചർ ഉണ്ടാവും. F4 കോൺട്ര, F5 പേയ്മെന്റ്, F6 റെസിറ്റ്, ജേണലിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സെയിൽസ് ഓരോ ഓപ്ഷൻ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ജേണൽ പണ്ട് നിന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനുള്ള ഫോമാറ്റും മോയ്ച്ചർ ടൈപ്പും എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അക്കൗണ്ടിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് വെച്ചാൽ ഒന്നും ആ കോഡിംഗ് ഒന്നും അറിയാത്ത പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാരാണ് ഈ സോഫ്റ്റ്വെയർ എല്ലാം ഉണ്ടാക്കുന്നത്. ടാലി എല്ലാം ഉണ്ടാക്കിയത് ഒരു എഞ്ചിനീയറാണ്, ഒരു പ്രോഗ്രാമറാണ്. അയാൾ ലോജിക്ക് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കൺസെപ്റ്റ് എല്ലാം പുള്ളി കാണും. പക്ഷെ അതിനുള്ളിൽ എക്സ്പേർട്ട് ഒന്നും എന്ന് പറയാനൊക്കെയില്ല. ഒരു എക്സ്പേർട്ടാണ് ചെയ്തെന്ന് പറയാം. അപ്പോൾ അവരുടെ ലോജിക്ക് വെച്ച് ചെയ്യുമ്പോൾ അതെല്ലാം റിപ്പീറ്റേറ്റീവ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അധികം കോഡിംഗ് ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചെയ്യത്തക്ക രൂപത്തിലാണുള്ള ഇന്റർഫേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതാണ് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് സപ്പോർട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഇൻവെന്ററി മാനേജ്മെന്റ്, ടാക്സേഷൻ, പേറോൾ എക്സ്ട്രാ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. പിന്നെ ഇൻവെന്ററി, സ്റ്റോക്കിന്റെ മൂവ്മെന്റ് എല്ലാം റെക്കോർഡ് വെക്കുന്നതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടാക്സേഷൻ, GST, TDS, TCS എല്ലാം മാനേജ് ചെയ്യുന്ന മോഡലാണ് ടാക്സേഷൻ എന്ന് പറയുന്നത്. പേറോൾ എന്ന സ്റ്റാഫിന്റെ സാലറിയും സ്റ്റാഫിനുള്ള ഡിഡക്ഷൻ, PF, ESI അതുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതാണ് പേറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരേ സോഫ്റ്റ്വെയറിൽ തന്നെ എല്ലാം നടക്കുന്നു എന്നുള്ളതാണ് കോംപ്രിഹെൻസീവ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. കോംപ്രിഹെൻസീവ് അക്കൗണ്ടിങ് ഫീച്ചേഴ്സ്. GST കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിഫൈസ് GST ഇൻവോയ്സിങ്. GST ഇൻവോയ്സിങ് നമ്മളിപ്പോൾ മാസ്റ്റർക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അയാൾ അഡ്രസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, പിൻ നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, GST നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം മുകളിൽ വന്ന് കിടക്കും. നമ്മൾ രണ്ടാമത് അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ GST ഇൻവോയ്സിങ് നമ്മൾ സഹായിക്കുന്നു. ഫയലിങ്ങിൽ നമ്മൾ ഫയൽ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാൻ പറ്റുന്നു. റെക്കൺസിലേഷൻ നമ്മൾ പെടാതെ ചെയ്യുന്നു. നമ്മളത് തപ്പിയെടുത്ത് നമ്മൾ ഓരോന്ന് കമ്പയർ ചെയ്ത് മാനുവലായിട്ട് ചെയ്യേണ്ട അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത് ഡൗൺലോഡ് ചെയ്താൽ ഉടനെ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽ ചെയ്യുന്ന കാര്യമാണ് ഡൗൺലോഡ് ആവുന്നത്. ആ ഫയൽ ചെയ്ത റിട്ടേണും നമ്മുടെ ബുക്കുമായിട്ടുള്ള വേരിയേഷൻ ഒറ്റ ഡൗൺലോഡിൽ പെട്ടെന്ന് പറഞ്ഞു തരിക എവിടൊക്കെയാണ് വേരിയേഷൻ വന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ കസ്റ്റമൈസേഷൻ, ടൈലർ മെയ്ഡ് സൊല്യൂഷൻ യൂസിങ് TDL എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ടാലി ഡെഫിനിഷൻ TDL എഴുതിയ ഒരു പ്രോഗ്രാം ഇട്ട് കഴിഞ്ഞാൽ TDL ഇട്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ടാലിയിൽ മാറ്റാൻ പറ്റും. ടാലി തരുന്ന റിപ്പോർട്ട് പോരാ, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ടുകൾ TDL എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വാങ്ങിച്ച് ഇതിനകത്തോട്ട് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇട്ട് കഴിയുമ്പോൾ വ്യത്യസ്തമായ ടാലി ഇപ്പം കാണിക്കാത്ത കുറേ റിപ്പോർട്ടുകളിലൂടെ അത് തരും. അതിനാണ് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ റോബസ്റ്റ് അസിസ്റ്റ് കൺട്രോൾ ആൻഡ് ഡാറ്റ ഇന്റഗ്രിറ്റി മെക്കാനിസംസ്.
ഡാറ്റ സെക്യൂരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ടാലി വോൾട്ട് പാസ്വേഡ് ഉണ്ട്. അല്ലാതെ ഓരോ ഫയലും ഓരോ കമ്പനി ഓരോ ഓരോ ലെയർ വെച്ചിട്ടുള്ള കൺട്രോൾ ഉണ്ട്. അങ്ങനെ ഡാറ്റ സെക്യൂരിറ്റി ഉറപ്പാക്കുന്നു. സ്കെയിലബിലിറ്റി നമ്മൾ ചെറിയ ഫേം ആണെങ്കിലും ശരി, ചെറിയ കമ്പനി ആയാലും ശരി, വലിയ കമ്പനി ആയാലും ശരി, മീഡിയം ആയാലും ശരി, ലാർജ് ആയാലും ശരി, ടാലി ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. അതാണ് സ്കെയിലബിലിറ്റി. എങ്ങനെ വേണം, നമ്മൾ ചെറുതായിരിക്കുമ്പോൾ നമുക്ക് ടാലി തന്നെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞാൽ കുറെ ഇത് ഇത്ര ട്രാൻസാക്ഷൻ ആയി നിങ്ങൾ വേറെ സോഫ്റ്റ്വെയറോട്ട് പറയാൻ പോകാൻ പറയുന്നില്ല. നിങ്ങൾ എത്ര ടേൺ ഓവർ എത്തിയാലും ടാലി തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സ്കെയിലബിലിറ്റി. വളരെ എത്ര വേണം നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓട്ടോമേഷൻ റെഡ്യൂസസ് മാനുവൽ ഇൻവെൻറ്റർഷൻ ബൈ ഓട്ടോമേറ്റിംഗ് റിക്കറിംഗ് പ്രോസസ്. നമുക്ക് വോയിസ് ഒക്കെ പെട്ടെന്ന് അടിക്കുന്നതായാലും അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. മറ്റ് രാജ്യങ്ങൾ അങ്ങനെ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇംഗ്ലീഷാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ ഉണ്ടോ കാര്യം നമുക്ക് അറിയില്ല. മലയാളം ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. Integration with the bank is similar. Integration with the online banking for transaction, real-time data. It provides update report. നമ്മൾ എൻട്രി ഇട്ട അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ റിപ്പോർട്ട്സ് എല്ലാം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഓൺലൈൻ പ്രൊവൈഡ്സ് അപ്ഡേറ്റഡ് റിപ്പോർട്ട്സ് ആൻഡ് ഇൻസൈറ്റ് ഇൻസ്റ്റന്റ്ലി, പെട്ടെന്ന് തന്നെ കിട്ടുന്നു. ഡ്രിൽ ഡൗൺ ഫംഗ്ഷനാലിറ്റി, നമുക്ക് ഒരു ട്രാൻസാക്ഷനിൽ നിന്ന് ബാലൻസ് ഷീറ്റ് നമുക്ക് അതിന്റെ ട്രാൻസാക്ഷൻ വരെ പോകാൻ പറ്റും. GST റിപ്പോർട്ടിൽ ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഡ്രിൽ ഡൗൺ പുറകോട്ട് പോയി അതിന്റെ ട്രാൻസാക്ഷനിൽ തന്നെ പോയി നിൽക്കാം. അത് നമുക്ക് നോക്കാം നമ്മൾ ട്രെൻഡ് കറക്റ്റ് ആണോ എന്നുള്ളത്. അവിടെ നിന്നുകൊണ്ട് നമുക്ക് നോക്കാം. രണ്ടാമത് തിരിച്ച് ഗേറ്റ് വേ ടാലി വന്ന് ഡേ ബുക്ക് എടുത്ത് റിപ്പോർട്ട് നോക്കേണ്ട കാര്യമില്ല. നിൽക്കുന്ന GST റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് താഴോട്ട് വന്ന് ട്രാൻസാക്ഷൻ പോയി അവിടെ എന്ത് തെറ്റ് പറ്റിയെന്ന് നമുക്ക് നോക്കാൻ പറ്റും. കോഡ്ലെസ് ആണ്. നമുക്ക് കോഡിംഗ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട. എന്ന് വെച്ചാൽ പ്രോഗ്രാമർ കോഡ് ചെയ്താണ് ടാലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഗ്രാം ഉണ്ടാക്കുന്നത് അങ്ങനത്തെ നോളജ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഇന്റർഫേസ് വെച്ച് നമുക്ക് ഇതിനകത്തുള്ള ഓപ്പറേഷൻ നടത്താൻ പറ്റും. കംപ്ലീറ്റ് ബിസിനസ് എല്ലാ ടൈപ്പ് നമ്മൾ മുകളിൽ കണ്ടു. എല്ലാ കംപ്ലീറ്റ് ബിസിനസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഇത്. അക്കൗണ്ടിംഗ് ഉണ്ട്, ഇൻവെന്ററി ഉണ്ട്, ടാക്സേഷൻ ഉണ്ട്, പേറോൾ മാനേജ്മെന്റ്, അങ്ങനെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ബിസിനസ് ആയിട്ട് നമുക്ക് ടാലിനെ കണക്കാക്കാൻ സാധിക്കും. പിന്നെ ഓപ്പറേഷൻ ഇൻ ടാലിയാണ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ അക്കൗണ്ട് നിലയ്ക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞു. അക്കൗണ്ടിങ് കൺസെപ്റ്റ് പറഞ്ഞു. ഓപ്പറേഷൻ ടാലി പ്രൈം ആണ് പറഞ്ഞത്. കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ ആൻഡ് ഡിലീഷൻ. കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ, ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ജസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ ഏതാണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് എ കമ്പനി. ക്രിയേഷൻ ഓഫ് എ കമ്പനി എനേബിളിംഗ് GST. നമ്മളൊരു കമ്പനിയെ ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്. കമ്പനി എനേബിളിംഗ് GST, പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് നെയിം ഓഫ് ബിസിനസ്. വി സൊല്യൂഷൻ എന്ന് പറയുന്ന കമ്പനി, അവരുടെ അഡ്രസ് ആണ് തന്നിരിക്കുന്നത്. അതിനെ വെച്ച് GST എന്ന് വെച്ചിട്ട് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോക്കുകയാണ്. അല്ല കമ്പനിയായിട്ട് വന്ന പുതിയ കമ്പനിയെ കൊണ്ടുവരിക, ക്രിയേറ്റ് ചെയ്യുക, അല്ല പുതിയ ഒരു കമ്പനി ഓൺലൈനിൽ അൾട്ടർ ചെയ്യുക, അല്ല കമ്പനി ഡിലീറ്റ് ചെയ്ത് കളയുക, ഇതെല്ലാം ചെയ്യുന്നത് ഈ കമ്പനി ഓപ്ഷനിൽ കൂടാണ് ചെയ്തത്. ഇവിടെ ഒരു F3 ഫീച്ചർ ഉണ്ട്. അവിടെ കൂടെ നമുക്ക് കയറാം. കമ്പനിയുള്ള ചൈൽഡ് കമ്പനി, ഷട്ട് കമ്പനി, 3 കാര്യങ്ങൾ ഇവിടെ കൂടെ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ്, അൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട്, കണക്ട്, ഇതെല്ലാം ഇവിടെ കാണാം. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാം. അവർ പറഞ്ഞ വി സൊല്യൂഷൻ എന്നുള്ള കാര്യമാണ് ചെയ്യാൻ പറയുന്നത്. ക്രിയേറ്റ് എ കമ്പനി എനേബിൾ GST ആണ്. അപ്പം GST കോൺസെപ്റ്റ് നമ്മൾ ഈ പ്രസന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പറഞ്ഞതും GST പറയുന്നതും എല്ലാം അക്കൗണ്ട് ടാലി പറയുന്നതെല്ലാം GSTക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ GST എനേബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, GST ആയിട്ടുള്ള കമ്പനി, അതിനകത്തുള്ള ഫയലിംഗ്, ഇതാണ് മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്രിയേഷൻ ഓഫ് കമ്പനി എനേബിളിംഗ് GST ബുക്സ് ഓഫ് മെസ്സേജ് വി സൊല്യൂഷൻ എന്ന് പറയുകയാണ്. ഇത് മാറ്റി വി സൊല്യൂഷൻ മാറ്റിയിട്ട് V3 സൊല്യൂഷൻ ആക്കുവാണ്. നേരത്തെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു മാറ്റം വരുത്താൻ വേണ്ടി മെസ്സേജ് V3 സൊല്യൂഷൻ ഉണ്ടാക്കി. നമ്മൾ V3 സൊല്യൂഷൻ്റെ അഡ്രസ്സ് അത് തന്നിട്ടുണ്ട്. അഡ്രസ്സ് എല്ലാം കറക്റ്റായിട്ട് ഇവിടെ ഇടണം. ഓരോ ഇൻവോയ്സ് അടിക്കുമ്പോഴും ഇവിടെ നിന്നാണ് അഡ്രസ്സ് അങ്ങോട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പേരും മെയിലിംഗ് നെയിമും ഇതെന്ന് പറയുന്ന കമ്പനിയുടെ ഡാറ്റ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇതാണ് നമ്മൾ വോയിസ് അടിക്കുമ്പോൾ അതിൻ്റെ പേരായിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതടിക്കുമ്പോൾ അഡ്രസ്സ് അടിക്കുമ്പോൾ എല്ലാം വരുന്നത് ഈ പേരായിരിക്കും. അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള പേരായിരിക്കണം. അതുപോലെ അഡ്രസ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇൻവോയ്സിനകത്ത് എല്ലാം വരുന്ന അഡ്രസ്സ് ഈ അഡ്രസ്സ് ഇവിടെ അടിക്കുന്ന അഡ്രസ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ രണ്ടാം ഇൻവോയ്സ് അടിക്കാൻ അഡ്രസ്സ് ഒന്നും അടിക്കുന്നില്ല.
അപ്പോൾ അതെല്ലാം എളുപ്പമാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്താൽ പിന്നെ അത് ഓരോ പ്രാവശ്യം ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇവർ പറയുന്നതനുസരിച്ചുള്ള അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്ത് അങ്ങോട്ട് ഇടുകയാണ്. മഹാരാഷ്ട്ര ഡിപ്പാർട്ട്മെന്റ്, തമിഴ്നാട്, ഹൈദരാബാദ്, തെലങ്കാന സ്റ്റേറ്റ് ഒക്കെ താഴോട്ട് ഇടാനുണ്ട്. ഈ സ്റ്റേറ്റും പിൻ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ GST സംബന്ധിച്ചും. അതാണ് നമ്മൾ GST ആയിട്ട് ബന്ധപ്പെട്ട് ടാലി നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില ഡേറ്റ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അഡ്രസ്സ് നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞു, കൺട്രോൾ ഇവിടെ ടാലിക്കകത്തോട്ട് പേസ്റ്റ് ചെയ്യാൻ ഓൾട്ട് കൺട്രോൾ V ആണ്. അതാണ് ആൾട്ട് കൺട്രോൾ V കൂടെ അടിച്ചാൽ മാത്രമേ ഓൾട്ട് V ആണ് സാധാരണ നമ്മൾ ബാക്കി വേർഡിലൊക്കെ അടിക്കുമ്പോൾ. ഇപ്പോൾ ഓൾട്ട് കൺട്രോൾ V അടിച്ചാൽ മാത്രമേ ടാലിക്കകത്തോട്ട് പേസ്റ്റ് ആകത്തുള്ളൂ. അങ്ങനെ അടിച്ചു നമ്മൾ ഫുൾ അഡ്രസ് അവിടെ വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTക്ക് ഇന്റർ സ്റ്റേറ്റ് ആണോ ഇൻട്രാ സ്റ്റേറ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഈ സ്റ്റേറ്റ് എന്ന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് കോളം നമ്മൾ സൂക്ഷിച്ചിടണം. ഈ കമ്പനിയുടെ സ്റ്റേറ്റ് കോളം എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് തെലങ്കാനയാണ്. തെലങ്കാന അത് ഓട്ടോമാറ്റിക് ഇവിടെ ഉണ്ട്. തെലങ്കാനയൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് താഴെ വന്നു TELANGNA തെലങ്കാന. ഈ പിൻകോഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം വേ ബില്ലൊക്കെ കൊടുക്കുമ്പോൾ ഡിസ്റ്റൻസ് 50 കിലോമീറ്റർ മുകളിലുള്ളവരെല്ലാം വേ ബില്ല് വേണമെന്നാണ് പറയുന്നത്. ഇപ്പം എത്ര സമയത്തേക്ക് വേ ബില്ല് നിൽക്കും എല്ലാം തീരുമാനിക്കുന്ന ഈ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിൻകോഡും ഈ കസ്റ്റമറുടെ പിൻകോഡുമാണ് നമ്മളുടെ വ്യത്യാസം. അത് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇപ്പോൾ പുതിയ ഇതനുസരിച്ച്. അപ്പം ഇവിടെ ഇടുന്ന പിൻ നമ്പർ വളരെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അത് വേ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുകയാണ്. ഫൈവ് പിൻ നമ്പർ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള തൽക്കാലം ഇടാം. അല്ലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നതേ ഉള്ളൂ. 50403 5403 ടെലിഫോൺ നമ്പർ ഇടുക. അതെല്ലാം ഇട്ട് വേണം. ഫാക്സ്, ഇമെയിൽ ID, വെബ്സൈറ്റ്, അതൊന്നും നമ്മളിപ്പോൾ തൽക്കാലം സിംപ്ലിസിറ്റിക്ക് വേണ്ടി അല്ലല്ല. നമ്മളിപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ എല്ലാം 23, 24 ഇതും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഇടുന്ന ഏതാണ് അക്കൗണ്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് വേണം ഇത് ഫിക്സ് ചെയ്യാൻ. നമ്മൾ കുറേ ട്രാൻസാക്ഷൻ ഇട്ടിട്ട് പിന്നീട് ഇത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ ഈ ടാലിക്കകത്ത് GST ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇത് ഇടുന്ന അക്കൗണ്ടിൽ തുടങ്ങുന്നതും ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓട്ടോമാറ്റിക് അത് തന്നെ വരും. മാറ്റം വല്ലതും ഉണ്ടെങ്കിൽ മാറ്റിക്കണം. അപ്പോൾ 23, 24 ട്രാൻസാക്ഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഇവിടെ ഇടുന്ന ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSTക്കകത്ത് വിത്ത് എഫക്റ്റ് ആണ് പ്രധാനം. ഓരോ റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ GST റേറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഡേറ്റും വെച്ചിട്ട് അത് മാറ്റം ടാലിക്കകത്ത് വന്നുകൊണ്ട് വരുത്താൻ പറ്റും. അപ്പം അങ്ങനെ വരുത്താനുള്ള കോൺസെപ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ഇടുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ട്രാൻസാക്ഷനിലും അത് എഫക്റ്റ്. അതുകൊണ്ട് ഈ കമ്പനി ക്രിയേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം? കറക്റ്റ് പേരായിരിക്കണം, കറക്റ്റ് അഡ്രസ്സ് ആയിരിക്കണം, കറക്റ്റ് സ്റ്റേറ്റ് ആയിരിക്കണം, കറക്റ്റ് പിൻ നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GST ആയിട്ട് ബന്ധപ്പെട്ട് ടാലി ഉപയോഗിക്കുമ്പോൾ വളരെ സിമ്പിൾ അടക്കമാണ്. ഇതൊന്നും ആദ്യമൊന്നും അത്ര പ്രശ്നമല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഇതെല്ലാം ഓട്ടോമാറ്റിക് വെച്ച് ഡാറ്റ എടുക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ചാണ് ഓരോ കാര്യം ചെയ്യുന്നതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇതിനകത്തോട്ട് വരും. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അടുത്ത വിൻഡോ എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് എന്നാണ് പറയുന്നത്. F11 ഞെക്കി കഴിഞ്ഞാലും അത് വരും. ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിന്റെ മാസ്റ്റർ ബോർഡ്, കമ്പനി ടാലിയുടെ ബോർഡ്. ഏതൊക്കെ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ കമ്പനി ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നതോട് ആദ്യം ചോദിക്കുന്നത് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് വേണോ? യെസ് ആണല്ലോ, അക്കൗണ്ട് ചെയ്യണമല്ലോ നമ്മൾ അക്കൗണ്ട് തുടങ്ങി. പിന്നെ ബിൽ വൈസ് എൻട്രി എന്ന് വെച്ചാൽ ഓരോ ബിൽ എൻട്രി ചെയ്യുമ്പോഴും ആ ബിൽ നമ്പർ എല്ലാം കൊടുത്ത് ഡേറ്റും എല്ലാം കൊടുത്ത് അതനുസരിച്ച് അത് അനലൈസ് ചെയ്ത് തരും. പക്ഷെ എത്ര നാളായിട്ട് കാണാം ഈ ബില്ല്, എത്ര നാളായിട്ട് കിട്ടാനുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ അങ്ങനെ ബിൽ വൈസ് എൻട്രി ഇടണം. അപ്പോൾ തൽക്കാലം നമ്മൾ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ നോന്നും കൊടുക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ ബിൽ വൈസ് എൻട്രി, ഡെപ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് കൺട്രോൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എനേബിൾ ബിൽ വൈസ് എൻട്രി എനേബിൾ AS എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ കോസ്റ്റ് സെന്റർ ആണെങ്കിൽ കോസ്റ്റ് സെന്റർ ആയിട്ട് നമ്മുടെ എക്സ്പെൻസ് ഒക്കെ തിരിക്കണമെങ്കിൽ ഇവിടെ AS എന്ന് കൊടുക്കാം. നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം നമ്മൾ സിമ്പിൾ ആയിട്ട് GST മാത്രമാണ് പഠിക്കുന്നത്. മെയിൻറ്റെയിൻ ഇൻവെന്ററി, സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, വേണമല്ലോ. ഓരോ ഐറ്റം ആയിട്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യണമെങ്കിൽ ഇൻവെന്ററി വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞ ടാലി എന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ്. ഈ റിസോഴ്സിന്റെ ടാലിയുടെ ഉണ്ടാക്കിയ പ്രോഗ്രാമർ ഈ റിസോഴ്സ് എല്ലാം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇൻവെന്ററി ഐറ്റംസും ബാക്കിയെല്ലാം ലെഡ്ജേഴ്സും ആയിട്ട് ആണ് ഇതിനകത്ത് ആകെ ഒരു ലോജിക്കിലാണ് ടാലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ലോജിക്ക് നമ്മൾ അറിയിക്കണം. ഈ അക്കൗണ്ട്സ് എല്ലാം ലെഡ്ജർ എന്ന് പറയുന്ന എല്ലാം ഒരു ബിസിനസ്സിന് റിസോഴ്സ് ആണ്. ഈ റിസോഴ്സിലുണ്ടായിരുന്ന ഒരു മാറ്റം വേറൊരു റിസോഴ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഈക്വൽ ആയിട്ടുള്ള മാറ്റമായിരിക്കും. അതുപോലെ ഇൻവെന്ററി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും മാനുഫാക്ചർ ചെയ്യുമ്പോഴും ഇൻവെന്ററി മാനേജ് ചെയ്യാനായിട്ട് പ്രത്യേക മോഡ്യൂൾ പോലെയാണ്. ഇത് വേണം ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇന്റഗ്രേറ്റ് ടാലി അക്കൗണ്ടിങ് മാത്രമായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതായിട്ട് ഉപയോഗിക്കാം. അപ്പം
മെയിൻറ്റെയിനിങ് ഇൻവെന്ററി എസ് എന്ന് കൊടുത്താൽ മാത്രമേ ഇൻവെന്ററി ഐറ്റം വൈസ് അക്കൗണ്ടിങ് നമുക്ക് പറ്റുള്ളൂ. ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ അതും ബേസ് കൊടുത്തു. അങ്ങനെ പോയി നമ്മൾ ടാക്സേഷനോട്ട് വരും. നമുക്ക് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലിങ്ങും ജി എസ് ടി ആയിട്ടുള്ള ട്രാൻസാക്ഷനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് ജി എസ് ടി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ എങ്ങനെ എൻ്റർ ചെയ്യണമെന്ന് ആണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത്. എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി എസ് എന്ന് കൊടുത്തു. അതുകൊണ്ട് ആ ഒരു വിൻഡോ അടുത്തേക്ക് വന്നു. അത് നമ്മുടെ ഡേറ്റ നമ്മൾ മറ്റേ മെയിൻ ഷീറ്റിൽ നിന്ന് എടുത്തു. സ്റ്റേറ്റ് തെലങ്കാന എന്നുണ്ട് ഇവിടെ കൊണ്ട് ജി എസ് ടിന്റെ ഡീറ്റെയിലിനകത്ത് വന്നിരിക്കണം. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തിയത്. ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നതൊക്കെ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ വളരെ ഫ്രണ്ടിലിടുന്ന അഡ്രസ്സും സ്റ്റേറ്റും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണ്. രജിസ്ട്രേഷൻ ജി എസ് ടി നമ്പർ ഉള്ളതുകൊണ്ട് നമ്മൾ റെഗുലർ എന്നാണ് കൊടുക്കുന്നത്. അസസ് ആധാർ ടെറിട്ടറി അല്ല, ജി എസ് ടി നമ്പർ ചോദിക്കണം. അത് ഇവിടെ ജി എസ് ടി നമ്പർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എല്ലാം നമുക്ക് രജിസ്ട്രേഷൻ ഇല്ലെന്നാണ് ഓരോ ട്രാൻസാക്ഷനും അത് എടുക്കും. അതുകൊണ്ട് ഇവിടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ട്. ജി എസ് ടി നമ്പർ 36 CKR അപ്പോൾ നമുക്ക് ഡാറ്റ നമ്മൾ കോപ്പി ചെയ്തു. പക്ഷെ അത് ടാലിയിലോട്ട് പേസ്റ്റ് ചെയ്യണമെങ്കിൽ Alt+Ctrl+V വരുമ്പോൾ ഞങ്ങൾക്ക് അത് പേസ്റ്റ് ആയി. റിട്ടേൺ ജി എസ് ടി 1 മന്ത്ലി ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്, ക്വാർട്ടർലി ചെയ്യാനുള്ള പോർഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മന്ത്ലി ആണ്. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ഇതിനകത്തുനിന്ന് തന്നെ ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യണമെങ്കിൽ കണക്റ്റഡ് ജി എസ് ടി ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ജി എസ് ടി യൂസർ നെയിം നമ്മൾ ടാലിയുടെ വിൻമാൻ ജി എസ് ടിക്കകത്ത് ഇട്ട് കൊടുക്കുന്ന യൂസർ നെയിം പാസ്വേഡ് ഒക്കെ വേണ്ടി ഇട്ട് കൊടുക്കണം. മോഡ് ഓഫ് ഫയലിംഗ് ഇ വി സി വെച്ചാണ് ഇ വി സി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇ വി സി എന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇ വി സി ചോദിക്കും. ഇ വി സി പറഞ്ഞു കൊടുത്താൽ അത് അകത്തോട്ട് ടാലിക്കകത്തോട്ട് അപ്ലോഡ് ആയി പോകും. ഈ ഇൻവോയ്സിങ് അപ്ലിക്കാണ് നോൺ നമ്മൾ കൊടുക്കുകയാണ്. ഇൻവോയ്സിങ് ഉള്ള ആ കോംപ്ലിക്കേഷൻ നമ്മൾ ടാലി ജി എസ് ടി എന്നുള്ള കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ഈ ബില്ലും ഈ ഒഴിവാക്കുകയാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സദ്യ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതെല്ലാം നോൺ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ടാക്സേഷൻ അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇ ഡി എസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമ്മളിപ്പം ചെയ്യുന്നില്ല. കോംപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാൻ വേണ്ടി അതെല്ലാം നോ കൊടുത്തിരിക്കുകയാണ്. പേർ റോൾ അതേ തന്നെ നോ. യെസ്, ഇതാണ് നമ്മൾ ജി എസ് ടി അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ F11 ഫീച്ചർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ജി എസ് ടി എനേബിൾ ചെയ്യുന്നത് കണ്ടു. അങ്ങനെ സെറ്റ് ചെയ്ത് എനേബിൾ ചെയ്ത് വെച്ചാൽ കമ്പനിക്ക് മാത്രമേ ജി എസ് ടി ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് പ്രധാനമായിട്ട്. അങ്ങനെ നമ്മൾ കമ്പനി ടാക്സ് അക്കൗണ്ടിനായിട്ട് ചെല്ലുകയാണെങ്കിൽ ആദ്യം ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ജി എസ് ടി എനേബിൾ ചെയ്തിട്ടുണ്ടോ, അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ഇൻറ്റഗ്രേറ്റ് ഒക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നെല്ലാം നോക്കണം. അടുത്ത് നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു, അതിന് ജി എസ് ടി എനേബിൾ ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് അത് നമ്മൾ ചെയ്തു. അതിന് അടുത്ത ജി എസ് ടി അക്കൗണ്ട് ചെയ്യുന്ന കോമൺ കുറേ ലെഡ്ജർ വേണം. പർച്ചേസ് കോമൺ ലെഡ്ജേഴ്സ് ആണ് ഈ പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, CGST, SGST, IGST, റൗണ്ട് ഓഫ് ഇത്രയും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. പർച്ചേസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, CGST, SGST, IGST അത് ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെഡ്ജർ ക്രിയേഷൻ ടാലിക്കകത്ത് പോയി കഴിഞ്ഞാൽ ക്രിയേറ്റിലോട്ട് പോകണം. ക്രിയേറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ലെഡ്ജർ ആണോ, ഗ്രൂപ്പ് ആണോ, കറൻസി ആണോ, നമ്മളെല്ലാം ഇത് ക്രിയേറ്റ് ഇതാണ്. റിസോഴ്സ് മാനേജ് ചെയ്യാനുള്ള മോഡ്യൂൾസ് ആണ് ഈ കാണുന്നത്. ക്രിയേറ്റ് റിസോഴ്സ്, പുതിയ റിസോഴ്സ് മാനേജ് ചെയ്യണോ, ആ റിസോഴ്സിനെ അട്ടർ ചെയ്യണോ, അതിന്റെ ലിസ്റ്റ് കാണിച്ചാട്ടണം. അപ്പോൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, കറൻസി ഉണ്ട്. അതെല്ലാം ലെഡ്ജറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ലെഡ്ജറിന് ഏത് ഗ്രൂപ്പിനടി ക്ലാസിഫൈ ചെയ്യാനുള്ളതാണ്. ലെഡ്ജറിന് ഏത് ഗ്രൂപ്പിനടി ഇടണം, ലെഡ്ജറിനകത്ത് ഏത് കറൻസി ഉപയോഗിക്കണം, വൗച്ചർ ടൈപ്പ് ഏതാണ് അക്കൗണ്ട് ചെയ്യണമെന്നൊക്കെ. അതുപോലെ ഇൻവെന്ററിക്ക് അതുപോലെ സ്റ്റോക്ക് ഐറ്റം ആണ് പ്രധാനപ്പെട്ട ഐറ്റം. സ്റ്റോക്ക് ഐറ്റം ഏത് ഗ്രൂപ്പിൽ വരണം, സ്റ്റോക്ക് ഐറ്റം ഏത് കാറ്റഗറി ഇടണം, സ്റ്റോക്ക് ഐറ്റം ഏത് യൂണിറ്റ് ഉപയോഗിക്കണം, സ്റ്റോക്ക് ഐറ്റം ഏത് ഗോഡൌണിൽ കിടക്കുന്നുള്ളത്. അപ്പോൾ ഇതാണ് റിസോഴ്സ് എന്ന് പറയുന്നത്. രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് ലെഡ്ജറും ഒന്ന് സ്റ്റോക്ക് ഐറ്റവും. ഇല്ല, അതാണ് ആ പ്രോഗ്രാമറുടെ ലോജിക് ഒക്കെ ടാലി ഉണ്ടാക്കിയപ്പോൾ അയാൾ ലോജിക്കായിട്ട് എടുത്ത് ഇതാണ് എന്താണ് ഈ ലെഡ്ജർ. ഈ സ്റ്റോക്ക് ഐറ്റം ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും ലെഡ്ജറായിട്ടാണ് അവർ കണക്കാക്കിയത്. അപ്പോൾ ലെഡ്ജറാണ് നമ്മൾ ഒരു സ്റ്റോക്ക് റിസോഴ്സ്. നമ്മൾ ഇത് ഒരു റിസോഴ്സാണ്, ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസോഴ്സാണ്. ഇൻപുട്ട് ടാക്സും ഇതെല്ലാം നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കോമൺ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അത് റിസോഴ്സാണ്. ഇതെല്ലാം ലെഡ്ജറിന് പേരുകളെല്ലാം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു റിസോഴ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. പർച്ചേസ് എന്നുള്ള ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. പർച്ചേസ് ചെയ്യുന്നതിന് കഴിഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിൽ തന്നെയാണ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് കുറേ വാച്ചസ് ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ഇത് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
ഇൻവെന്ററി വാല്യൂസ് എഫക്റ്റ് ആവും. പർച്ചേസ് സെയിൽ നടക്കുമ്പോൾ ഇൻവെന്ററിന് എഫക്റ്റ് ആവും. പർച്ചേസും സെയിൽസിലും മാത്രമാണ് ഇൻവെന്ററി ആയിട്ട് എസ് എന്ന് കൊടുക്കാവുള്ളൂ. ടൈപ്പ് ഓഫ് ലെഡ്ജർ, ഇവിടെ ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് ആണോ ഇൻവോയ്സ് റൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട് ലെഡ്ജർ ആണോ ചോദിക്കുന്നത്. അല്ല, കാര്യങ്ങൾ പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കി കോമൺ ലെഡ്ജേഴ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഇൻവെന്ററി വാല്യൂനെ അഫക്റ്റ് ചെയ്യുകയോ അസസബിൾ വാല്യൂ വെച്ചാൽ അതിന്റെ ഹെഡിങ് നോക്കിയാൽ ഡ്യൂട്ടി ഓർ ടാക്സ് ടൈപ്പ്. ഡ്യൂട്ടിയിലൊന്നും പെട്ട അക്കൗണ്ട് അല്ല. പർച്ചേസ് എന്ന് പറയുന്നത് CGST ഒക്കെ ആണെങ്കിൽ ഡ്യൂട്ടി ആൻഡ് ടാക്സിന്റെ അടിയിൽ നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ അക്കൗണ്ട് പർച്ചേസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഡ്യൂട്ടിയും ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ട് ആപ്ലിക്കബിൾ ആണ്. GST ആപ്ലിക്കബിലിറ്റി ആപ്ലിക്കബിൾ ആണോ അല്ലെങ്കിൽ ചോദിക്കണം. ആപ്ലിക്കബിൾ എന്ന് കൊടുക്കും. അത് ഏതെടുക്കണം. നമ്മളിപ്പോൾ പർച്ചേസ് ലെഡ്ജർ ലെവലിലോ അല്ലെങ്കിൽ കമ്പനി ലെവലിലോ നമ്മൾ GST കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ GST ചെയ്തില്ല. അവിടെ ഒന്നും നമ്മൾ HSM കോഡ് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ കമ്പനി ആസ് എ ഹോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ HSM കോഡ് ഇട്ട് കഴിഞ്ഞാൽ കമ്പനി നടക്കുന്ന ട്രാൻസാക്ഷൻ മൊത്തം HSM കോഡും ആ ഒരു HSM കോഡും ആ GST റേറ്റും എടുക്കുള്ളൂ. ഗോൾഡ് മെർച്ചൻസിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരേ കോഡ് ഒരേ പ്രോഡക്റ്റ് ഒരേ റേറ്റുള്ള ഒരേ HSN ഉള്ള ഒരേ പ്രോഡക്റ്റ് ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമേ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഇട്ട് കൊടുക്കാറുള്ളൂ. അതുപോലെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടും. ഡിഫറെൻറ്റ് റേറ്റ് ഉള്ളവർക്കും ഡിഫറെൻറ്റ് HSN ഉള്ളവരും ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും HSN കോഡ് ഇടാൻ പറ്റില്ല. അപ്പോൾ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എന്ന് ഇടണം. ഈ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ എന്ന് പറഞ്ഞാൽ ഇത് പർട്ടിക്കുലർ ആയിട്ട് ഫിക്സ് ചെയ്യാനും കമ്പനി ആസ് എ ഹോൾ ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനികളിലെ നമ്മൾ ഇൻഡിവിജ്വൽ ഐറ്റത്തെ ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റ അവർ എടുത്തോളൂ ആ സമയത്ത്. അതുകൊണ്ട് ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഡ്ജറിലൊന്നും നമ്മൾ GST റേറ്റോ HSN കോഡോ ഫിക്സ് ചെയ്യാൻ പാടില്ല. അത് കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ടൈപ്പ് ഓഫ് സപ്ലൈ സർവീസ് ആണ് ഗുഡ്സ് ആണ്. നമ്മൾ ഗുഡ്സ് ആണ് അക്കൗണ്ട് ചെയ്യുന്നത്. ഗുഡ്സ് എന്നാക്കും. അത് സെറ്റ് അൾട്ര സ്റ്റാറ്റുട്ടറി ഡീറ്റെയിൽസ് നോ. അത്രയേ ഉള്ളൂ. പർച്ചേസ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത സെയിൽസ് ആണ്. സെയിൽസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യേണ്ട സെയിൽസ് ലെജറിന്റെ കീഴിലാണ്. സെയിൽസ് അക്കൗണ്ട് കീഴിലാണ്. ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്. ഇൻവെന്ററി വാല്യൂ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സെയിൽസ് ഇടുമ്പോഴും നമ്മൾ ഇൻവെന്ററി അഫക്റ്റ് സെയിൽ നടക്കുമ്പോൾ ഇൻവെന്ററി കുറയും. പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻവെന്ററി കൂടും. അതായത് ചോദ്യം ഇൻവെന്ററി വാല്യൂസ് അഫക്റ്റഡ് ഏസ് എന്ന് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ തെറ്റായിട്ട് കാണിക്കും. ലെഡ്ജർ ടൈപ്പ് ഓഫ് ലെഡ്ജർ ഡിസ്കൗണ്ടോ ഇൻവോയ്സ് റൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ ചോദിക്കുന്നത്. നോട്ട് ആപ്ലിക്കബിൾ. ഇൻക്ലൂഡിങ് അസസർ വാല്യൂ നോട്ട് ആപ്ലിക്കബിൾ. GST ആപ്ലിക്കബിലിറ്റി ആപ്ലിക്കബിൾ ആണ്. പക്ഷെ നമ്മൾ സെയിൽ ലെഡ്ജർ ലെവലിൽ നമ്മൾ ഇതൊന്നും ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് ആസ് പെർ കമ്പനി ഓർ കമ്പനിയുടെ ലെഡ്ജർ സ്റ്റോക്ക് ഐറ്റത്തിലൊക്കെയാണ് നമ്മൾ HSN ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ HSN മാറുന്നതുകൊണ്ട് ഓരോ ഐറ്റം ബേസ് HSN റേറ്റും മാറുന്നതുകൊണ്ട് നമ്മൾ ആ ഇൻവെന്ററി ലെവലിലാണ് ഇത് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ആസ് പെർ കമ്പനി ഗ്രൂപ്പ് എന്ന് ഇട്ട് കൊടുക്കും. അതുപോലെ നമ്മൾ ഗുഡ്സ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ഡീൽ ചെയ്യാൻ പോകുന്ന ഗുഡ്സ് ആണ്. സെറ്റ് അൾട്ടർ അതർ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് and other statutory details no. Provide bank details no. അപ്പോൾ അത് സെയിൽസ് ക്രിയേറ്റ് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ കണ്ട എന്താ ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്. ഇതെല്ലാ GST അക്കൗണ്ട് GST ചെയ്യുമ്പോഴും GST എനേബിൾ ആയിട്ടുള്ള ബിസിനസ് ആദ്യം ടാലി ടാലി ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ GST എനേബിൾ ചെയ്ത് ചെയ്യുക. അതിനകത്ത് നമ്മൾ കമ്പനി ആസ് എ ഹോൾ നമ്മൾ GST റേറ്റോ HSN കോഡോ ഫിക്സ് ചെയ്യത്തില്ല. ലെഡ്ജർ ലെവലിലും ഫിക്സ് ചെയ്യില്ല. ഇൻഡിവിജ്വൽ ഇൻവെന്ററി ലെവലിലും സർവീസ് ലെവലിലും മാത്രമാണ് GST ഫിക്സ് ചെയ്യുന്നത്. IGST ക്രിയേറ്റ് ചെയ്യണം. ലെഡ്ജർ CGST എന്നുള്ള ലെഡ്ജർ നമുക്കറിയാം. അതെന്ന് പറയുന്നത് CGST ചാർജ് ചെയ്യുന്നത് ഇന്റർനാഷണൽ സപ്ലൈക്കാണ്. CGST ചാർജ് ഇൻട്രസ്റ്റ് ആണ് IGST ചാർജ് ചെയ്യുന്നത്. CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് പോകുന്നതാണ്. CGST എല്ലാം ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആയിട്ട് അതിൻ്റെ കീഴിൽ വരുന്ന ആണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിന്റെ അണ്ടറിൽ ഗ്രൂപ്പ് ഡ്യൂട്ടീസ് ആണ്. പിന്നെ ടൈപ്പ് അവർ ചോദിക്കുകയാണ് GST ആണ് TCS ആണോ TDS ആണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് GST ആണെന്ന് പറയുന്നു. ടാക്സ് ടൈപ്പ് CGST സെൻട്രൽ ഗവൺമെന്റ് പോകേണ്ട ടാക്സ് ആണ്. അതുകൊണ്ട് CGST നമ്മൾ സെലക്ട് ചെയ്യുന്നു. പെർസെന്റ് ഓഫ് കാൽക്കുലേഷൻ നമ്മൾ CGST ഇവിടെ ഒന്നും ഫിക്സ് ചെയ്യത്തില്ല. ലെഡ്ജർ ലെവലാണിത്. ലെഡ്ജർ ലെവലിൽ ബില്ലിലെ കമ്പനി ലെവലിൽ നമ്മൾ ഫിക്സ് ചെയ്യത്തില്ല. നമ്മൾ GST ഫിക്സ് ചെയ്യുന്നത് ഇൻവെന്ററി ലെവലിലും ബേസിക് ആയിട്ടുള്ള സർവീസിന്റെ ലെഡ്ജറിലാണ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ഇതൊരു ലെഡ്ജറാണ്. അവിടെ ഒന്നും 0% കിടന്നാൽ അവിടെ കിടന്നാലും അത് അഫക്റ്റ് ആയില്ല. പെർസെന്റ് ഓഫ് കാൽക്കുലേഷൻ 0% കിടന്നാലും അത് അഫക്റ്റ് ആകത്തില്ല. റൗണ്ടിങ് ഓഫ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ വേണം. TDS ആപ്ലിക്കബിൾ SGST അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് പോകുന്ന ടാക്സ് ആണ്. അതും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിലാണ്.
അതേഴ്സിലെല്ലാം നമുക്ക് ജി എസ് ടിയിലാണ് ഇത് വരുന്നത്. ജി എസ് ടിയിലാണ്. ടാക്സ് ടൈപ്പ് എന്ന് പറയുന്നത് ജി എസ് ടി ആണ്. ആ ടാലി അത് പ്രോഗ്രാം ഇത് മാറാതിരിക്കാൻ വേണ്ടി അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിനാണ്. അതുപോലെ പ്രസന്റ് കാൽക്കുലേഷൻ നമ്മളൊന്നും ചെയ്യുന്നില്ല, സീറോ തന്നെ കിടക്കാണ്. ഇത് റൗണ്ടിങ് ഓഫ് മെത്തേഡ് നോട്ട് ആപ്ലിക്കബിൾ ആണ്. ടി ഡി എസ് എല്ലാം നമ്മൾ സിംപ്ലിഫിക്കുന്നതൊന്നും ഇല്ല, ആപ്ലിക്കൻ ചെയ്ത് ഇതുമായിട്ട് ബന്ധമില്ലാത്ത അങ്ങനെ. സി ജി എസ് ടി ഐ ജി എസ് ടി ആണ്. ഇതെന്ന് പറയുന്നത് മൊത്തമായിട്ട് ഇൻട്രസ്റ്റേറ്റിന് കിട്ടുന്ന ടാക്സ് മൊത്തം ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുപോകാണ്. അത് നമുക്ക് അവർക്ക് ഒരു ക്രൈറ്റീരിയ വെച്ച് അത് സ്റ്റേറ്റ് ഗവൺമെന്റ് വീതിച്ച് കൊടുക്കുമെന്നാണ് പറയുന്നത്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലെ ജി എസ് ടി ആണ്. ജി എസ് ടി നമുക്ക് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാണ് ഇത്. ഐ ജി എസ് ടി എന്ന് പറയുന്നത് ടാക്സ് ടൈപ്പ് എന്നത് ഐ ജി എസ് ടി ആണ്. 0% ലെഡ്ജർ ലെവലിൽ നമ്മൾ ജി എസ് ടി ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഐ ജി എസ് ടി കഴിഞ്ഞ് എന്താണെന്ന് നോക്കാം. നമുക്ക് ജി എസ് ടി ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്യാൻ ജി എസ് ടി ട്രാൻസാക്ഷൻ ഒരു അക്കൗണ്ടന്റ് ഒരു സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ അയാൾ ജി എസ് ടി ട്രാൻസാക്ഷൻ അക്കൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കോമൺ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഓരോ സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോമൺ ലെഡ്ജേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ചെണ്ണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേണ്ടത് 2, 4, 5 നമ്മൾ ക്രിയേറ്റ് കഴിഞ്ഞാൽ റൗണ്ട് ഓഫ് എന്നൊരു ലെഡ്ജറൂടെ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാണ്. അത് നമ്മുടെ ഇൻവോയ്സ് റൗണ്ട് ചെയ്യുക. വലിയ വലിയ പാർട്ടിയൊക്കെ 5 രൂപ 10 രൂപ 10 പൈസയൊക്കെ ഉള്ള ബില്ലൊന്നും അയച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അത് റൗണ്ട് ചെയ്ത് 1 രൂപ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു റൗണ്ട് ഫിഗർ ആക്കിയിട്ടാണ് ഇൻവോയ്സ് അടിക്കുന്നത്. അതിന് റൗണ്ട് ചെയ്യാൻ ഒരു റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് വേണം. അത് ടാലി പ്രത്യേകം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം പൊസിഷൻ ഇത് വെച്ചിട്ടുണ്ട്. അത് വരുന്നത് അതിന്റെ ടോട്ടൽ സം ഒരു വർഷം നടത്തിയ റൗണ്ട് ഓഫ് എല്ലാം കൂടെ ഡെബിറ്റ് ആണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് എക്സ്പെൻസിലും ക്രെഡിറ്റ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകത്തിലുമാണ് ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസോ ഇൻഡയറക്റ്റ് ഇൻകോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള തരാം. അവസാനം നോക്കിയിട്ട് അതിന്റെ ടോട്ടൽ ഡെബിറ്റ് ആണ് ക്രെഡിറ്റ് ആണ് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ തൽക്കാലം എക്സ്പെൻസ് ഇട്ടുമാണ്. ഇൻവെന്ററി വാല്യൂസ് അഫക്റ്റ് നോ ഇൻവെന്ററി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെന്ററി അഫക്റ്റ് ആണെന്നില്ല. ടൈപ്പ് ഓഫ് ലെഡ്ജർ ഇവിടാണ് ടാലി അതിന് പ്രത്യേകം പോർഷൻ എടുത്തിരിക്കുക. ഇൻവോയ്സ് റൗണ്ടിങ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുക. ടൈപ്പ് ഓഫ് ലെഡ്ജർ റൗണ്ടിങ് ഡിസ്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് മാത്രമേ ഇവിടെ നമ്മൾ ട്രാൻസാക്ഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അടുത്ത് വന്നിരിക്കുന്നത് റൗണ്ടിങ് ഓഫ് മെത്തേഡ്. നമ്മൾ നോർമൽ റൗണ്ടിങ് ആണ് കൊടുക്കുന്നത്. അത് എത്ര എത്ര ഡിജിറ്റ് റൗണ്ട് ചെയ്യാൻ, ഒരു ഡിജിറ്റ് റൗണ്ട് ചെയ്യാൻ പറയാണ്. സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ ജി എസ് ടിക്ക് പകരം ഇൻപുട്ട് സി ജി എസ് ടി, ഇൻപുട്ട് ഐ ജി എസ് ടി, ഇൻപുട്ട് സി ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഐ ജി എസ് ടി, ഔട്ട്പുട്ട് സി ജി എസ് ടി, ഔട്ട്പുട്ട് എസ് ജി എസ് ടി, ഔട്ട്പുട്ട് ഐ ജി എസ് ടി എന്ന് വേണം ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ തൽക്കാലം നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുക. തിരിച്ചറിയാൻ മാത്രം ഉപയോഗിക്കുള്ളൂ. അല്ലെ ടാലിക്ക് ഇതെല്ലാം അറിയാം. നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ അതിന് മനസ്സിലാവും ഇൻപുട്ടാണോ ഔട്ട്പുട്ടാന്നൊക്കെ. പക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് സി ജി എസ് ടി, എസ് ജി എസ് ടി നമ്പർ ഒരുമിച്ച് കിടക്കാതെ സെയിലുമായിട്ട് വന്നപ്പോഴുള്ള സി ജി എസ് ടി, ഐ ജി എസ് ടി വേറെ കിടക്കും. പർച്ചേസുമായിട്ട് വന്നപ്പോൾ സെയിൽ വേറെ കിടക്കാനായിട്ട് അങ്ങനെ വേണം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യാം. ഒരു കുറച്ച് ഏറ്റവും കുറവുള്ളത് ഇനി സ്റ്റോക്കിന് ആദ്യം നമ്മൾ പറഞ്ഞ ടാലി ജി എസ് ടി ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ഐറ്റം സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അത് സ്റ്റോക്ക് ഐറ്റം കോമൺ ലെഡ്ജർ ക്രിയേറ്റ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഇൻഫർമേഷൻ നമ്മൾ ഇനി നടത്താൻ പോകുന്ന താഴോട്ട് കുറെ ട്രാൻസാക്ഷൻ ഒക്കെ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐറ്റങ്ങളാണ് ഇത് പറയുന്നത്. ഇത്രയും ഐറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നോക്കിയ വാച്ച്, നോക്കിയ G20, ഡെൽ എച്ച് പി എസ്, എപ്സോൺ i9, സോളാർ പാനൽ, ഇത്രയും ഐറ്റങ്ങളാണ് ഈ കമ്പനി നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡീൽ ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കിയ വാച്ചിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഇൻവെന്ററി ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകണം ടാലിക്കകത്ത്. അതിനായിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുന്നു. താഴോട്ട് ഇൻവെന്ററി മാസ്റ്റേഴ്സ് വന്നിട്ട് സ്റ്റോക്ക് സെക്കൻഡ് റിസോഴ്സ് എന്ന സ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ പറഞ്ഞു. സ്റ്റോക്ക് ഐറ്റത്തിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് വേണ്ടത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കിയ വാച്ച് പ്രൈമറി ഗ്രൂപ്പിലാണ്. ഇപ്പോൾ വേറെ നമുക്ക് സബ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രൈമറി ഗ്രൂപ്പിലാണ്. യൂണിറ്റ് നമുക്ക് ഇവിടെ ഒന്ന് സെലക്ട് ആയി വരുന്നില്ല. നോട്ട് ആപ്ലിക്കബിൾ എന്ന് കാണിക്കുന്നത് നമുക്ക് യൂണിറ്റ് ഉണ്ട്. നമ്പറാണ് നമ്മുടെ നോക്കിയ വാച്ച് എത്ര എണ്ണം എന്നുള്ളതാണ് എൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണം. അതിനാണ് സ്മാർട്ട് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഓട്ട് സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് നമുക്ക് എത്ര യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്പേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഫുൾ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കുന്നത്. നമ്പേഴ്സ് ഇതിനകത്ത് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതും വരും. നമ്പേഴ്സ് എന്ന് പറയും. അതാണ് യൂണിറ്റ് ഓഫ് ക്വാളിറ്റി കോഡ് ഈ ടാലിയായിട്ട് ബന്ധപ്പെട്ടുള്ള കോഡാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പർ ഡെസിമൽ പ്ലേസ് നമ്മൾ
1.5 നോക്കിയ വാച്ച് എന്ന് പറയത്തില്ല, അത് റൗണ്ടിങ് ഒന്നും ഇല്ല, എല്ലാം റൗണ്ടാണ്. അത് 0 വെച്ച് കൊടുക്കുക. പിന്നെ GST ആപ്ലിക്കുകളാണ്, ആപ്ലിക്കുകൾ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞ ഓരോ പ്രോഡക്റ്റ് ബേസാണ് നമ്മൾ ടാലി, പ്രോഡക്റ്റ് ബേസാണ് നമ്മൾ ഇത് റേറ്റ് ഫിക്സ് ചെയ്യുന്ന പറഞ്ഞാൽ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ അവർ HSN കോഡ് ഇവിടെ ഇട്ട് കൊടുക്കണം. HSN കോഡ് അവർ തന്നിട്ടുണ്ട്. പിന്നെ HSN കോഡ് എന്ന് പറയുന്നത് 9102 അതുകൊണ്ട് 9102 കോഡ് ഇട്ട് കൊടുക്കുന്നു. HSN കോഡും ടാക്സ് GST റേറ്റും ആണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ഐറ്റം ആയതുകൊണ്ട് അത് ഇവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് സ്പെസിഫൈ ഡീറ്റെയിൽസ് ഹിയർ ഇട്ട് കൊടുക്കണം. ടാക്സബിൾ ആണ്. റേറ്റ് 0ക്ക് മുകളിൽ റേറ്റ് ഉള്ളതെല്ലാം ടാക്സബിൾ ഇടാം, അല്ലെ 0 ആണെങ്കിൽ എക്സംപ്റ്റഡോ എന്നൊക്കെ ഇടാവുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം എറർ കാണിക്കും. എക്സംപ്റ്റഡ് ഇടാം, നിൽ റേറ്റഡ് ഇടാം, non-GST GST ഇല്ലാത്ത ഐറ്റമാണ്. ഇപ്പൊ എക്സംപ്റ്റഡോ നിൽ റേറ്റിലോ വരാനൊക്കെ ടാക്സ് വാച്ചിന്റെ റേറ്റ് 18% GST ആണ്, 18 ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം റേറ്റ് കഴിഞ്ഞാൽ നോക്കിയ വാച്ച് എടുക്കുമ്പോൾ എല്ലാം 18%, വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും എല്ലാം 18% ആണ്. ഇപ്പൊ ഇത് ഗുഡാണ്, സർവീസ് ആണ്, ഗുഡ്സ് ആണ്. റേറ്റ് ഓഫ് ഡ്യൂട്ടി നമുക്കില്ല, ഇതായിട്ട് ബന്ധപ്പെട്ട് റേറ്റ് ഓഫ് ഡ്യൂട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആണെന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. അടുത്ത വേണ്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നോക്കിയ G20 കാൽക്കുലേറ്ററാണ്. ഇതാണ് മൊബൈലാണ്. നോക്കിയ G20 HS 8517 നോക്കിയ G20. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്പേഴ്സ് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത നമ്പേഴ്സ് വന്നു. GST ആപ്ലിക്കുകളാണ്. ഇവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ചെയ്യാറ് HSN കോഡ് തന്നിട്ടുണ്ട്, അത് എടുത്തിട്ട് കൊടുക്കണം. നോക്കിയ ഫോണിന്റെ 8517 12%. 8517 ആണ് HSN കോഡ്. ഡിസ്ക്രിപ്ഷൻ വേണം നമുക്ക് നോക്കിയ വാച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഇതൊക്കെ ഇടുന്നില്ല. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം. ടാക്സബിൾ ആണ്, 12% റേറ്റ്. മൊബൈൽ ഫോണിന്റെ ഗുഡ്സ് ആണ്, സർവീസ് ആണ്, ഗുഡ്സ് ആണ്, വേറെ റേറ്റ് ഒന്നുമില്ല. അങ്ങനെ അതും കഴിഞ്ഞു. കണ്ടല്ല. അടുത്ത ഡെൽ ലാപ്ടോപ്പാണ്. ഡെൽ XPS എന്നുള്ള ലാപ്ടോപ്പാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെൽ XPS അത് പ്രൈമറി കാറ്റഗറിയാണ്. നമ്പർ തന്നെയാണ് അതിന്റെ യൂണിറ്റ് അളക്കാൻ. 10 ഡെൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ നമ്പറാണ് ഇതിന്റെ യൂണിറ്റ്. GST ആപ്ലിക്കലാണ്. അതുപോലെ സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ ആണ്. എത്രയാണ് HSN കോഡ് പറഞ്ഞത്? HSN കോഡ് പറഞ്ഞിരിക്കുന്നത് ഡെൽ XPSന്റെ HSN കോഡ് 8471 18%. 8471 ആണ് HSN കോഡ്. ഇതും സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ എല്ലാം ടാക്സബിൾ ആണ്, 18% റേറ്റ്, ഗുഡ്സ് ആണ്, ഒന്നുമില്ല. അപ്പൊ അതും കഴിഞ്ഞു. അടുത്ത സ്റ്റോക്ക് ഐറ്റം എന്ന് പറയുന്നത് എപ്സൺ 99 പ്രൊജക്റ്റാണ്. എപ്സൺ 99 എന്നുള്ള പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എപ്സൺ 99 ആണ് പ്രൈമറി ഗ്രൂപ്പിലാണ് പറയുന്നത്. നമ്പർ തന്നെയാണ് അതും. നമ്പേഴ്സ് എന്ന് പറയുന്നത് GST ആപ്ലിക്കുകളാണ്. ഡീറ്റെയിൽ നമ്മൾ അതിന്റെ HSN കോഡ് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറയുകയാണ്. അതിന്റെ HSN കോഡ് എത്രയെന്ന് നോക്കാം. പ്രൊജക്ടറിന്റെ HSN കോഡ് 8528 18% ടാക്സുമാണ്. ഇപ്പൊ 8528 നമ്മളിവിടെ HSN കോഡ് ഫിക്സ് ചെയ്തു. അതുപോലെ സ്പെസിഫൈ റേറ്റ് GST റേറ്റ് നമ്മൾ പറയാൻ പോവാണ് 18% ഗുഡ്സ് ആണ്. സോളാർ ആണ്, അതിന് 0% GST റേറ്റ് എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കണം. അപ്പോൾ സോളാർ പാനൽ HSN 8541 സോളാർ പാനൽ മെമ്മറി ഗ്രൂപ്പിലാണ്. നമ്പേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ്. GST ആപ്ലിക്കാണ്. സ്പെസിഫൈഡ് ഡീറ്റെയിൽസ് ഹിയർ ആണ്. HSN കോഡ് എത്രയായിരുന്നു? സോളാർ പാനൽ HSN കോഡ് 8541 കിടക്കുന്നത്. 8541 സ്പെസിഫൈഡ് ഡീറ്റെയിൽ HSN ടാക്സ് റേറ്റ് ടാക്സബിൾ ആണോ? അല്ല, ടാക്സബിൾ അല്ല. അതിന് നിൽ റേറ്റ് എന്നോ എക്സംപ്റ്റഡ് ഇല്ല. ഗുഡ്സ് അപ്പോൾ 0 റേറ്റ് വരാണ്. എക്സംപ്റ്റഡ് എന്നോ നിൽ റേറ്റ് എന്നോ ഇടാവുള്ളൂ. ടാക്സബിൾ ഇടരുത്. 0% മുകളിലുള്ളത് മാത്രം ടാക്സബിൾ, അല്ലെങ്കിൽ GST ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ട്രാൻസാക്ഷനകത്ത് എറർ കാണിക്കും. ഇനി നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? GST കമ്പനി ക്രിയേറ്റ് ചെയ്തപ്പോൾ അക്കൗണ്ട് അഡ്രസ്സും പേരും GST നമ്പറും സ്റ്റേറ്റും പിൻ നമ്പറും GST നമ്പറും എല്ലാം കറക്റ്റായിട്ട് ഇട്ടു. അതിനുശേഷം അടുത്ത വിൻഡോയിൽ GST എനേബിൾ ചെയ്ത് 3ാമത് കോമൺ ലെഡ്ജർ ഉണ്ടാക്കി. പിന്നെ നമ്മൾ സ്റ്റോക്ക് ഐറ്റങ്ങൾ ഉണ്ടാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യാൻ പോകുന്നത് 1 ഓഗസ്റ്റ് 2023 പർച്ചേസ്ഡ് ഫോളോയിങ് ഐറ്റം ഫ്രം മെസ്സേഴ്സ് ബജാജ് ഇലക്ട്രോണിക്സ്. അതിൻ്റെ GST നമ്പർ തന്നിട്ടുണ്ട്, ഇൻവോയ്സ് നമ്പർ തന്നിട്ടുണ്ട്. 1 ഓഗസ്റ്റ് 2023 പർച്ചേസ് ഫ്രം ഐറ്റം മെസ്സേഴ്സ് ബജാജ്
പർച്ചേസ് വൗച്ചർ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വൗച്ചർ എൻ്റർ ചെയ്യുമ്പോൾ ഒന്ന് ഇവിടെ ഡേറ്റും ഏത് ടൈപ്പ് വൗച്ചർ പർച്ചേസ് ആണ് സെയിലാണ് കിടക്കുന്നത് നോക്കണം. ഇപ്പോൾ ഇവിടെ പർച്ചേസ് ഓൾറെഡി വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. സ്റ്റോറിയുള്ളത് പർച്ചേസ് ഫോളോ പർച്ചേസ് വൗച്ചറിലാണ് എൻ്റർ ചെയ്യുന്നത് മനസ്സിലായി. അതാണ് അവിടെ കിടക്കുന്നുണ്ട്, മാറ്റം മനസ്സിലായില്ല. വേഴ്സസ് ബജാജ് ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മൾ അങ്ങനെ പാർട്ടി നമ്മുടെ ലെജറിൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. ഇതും കിടക്കുന്നത് തെലങ്കാന സ്റ്റേറ്റുകാരാണ്. നമ്മുടെ കമ്പനിയും തെലങ്കാന സ്റ്റേറ്റാണ്. ഈ ട്രാൻസാക്ഷൻ നടത്തുന്ന ആളുടെ ബജാജ് ഇലക്ട്രോണിക്സും തമിഴ്നാട് സ്റ്റേറ്റ് എന്ന അല്ല തെലങ്കാന സ്റ്റേറ്റ് എന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കോപ്പി ചെയ്ത് തെലങ്കാന സ്റ്റേറ്റിൽ ഒരു GST നമ്പർ കൊടുത്ത് അതിനെ 14 ഇൻവോയ്സ് നമ്പർ നൽകുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് സപ്ലൈസ് ഇൻവോയ്സ് 14 11,475 18 18 ഡേറ്റ് എടുത്തിട്ട് 18 എന്നാക്കുന്നു 2023 1/4/2023 നമ്മൾ കമ്പനി 23-24 എന്നിട്ട് 31/3/24 ഫസ്റ്റ് ഓഗസ്റ്റ് ആണ്. പീരീഡ് ഡേറ്റ് കൊടുത്തിട്ട് 1/8/2023 1/8/2023 പർച്ചേസ് ലെജർ നിൽക്കുകയാണെങ്കിൽ സപ്ലൈസ് ഇൻവോയ്സ് നമ്പർ നമ്മൾ തന്ന ഡേറ്റ എടുക്കണം. ഇൻവോയ്സ് നമ്പർ 11,475 ഫസ്റ്റ് ഓഗസ്റ്റ് എന്നാണ്. പാർട്ടി നെയിം എന്തായിരുന്നു? പാർട്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പാർട്ടി നെയിം ഇതിൻ്റെ അകത്ത് ലെജർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അല്ല ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെജർ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്തത് ആണ് സ്മാർട്ട് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളിത് പുറത്ത് പോയി മാസ്റ്ററിൽ പോയി ഒരു ഗേറ്റ് വേ ടാലി പോയി ക്രിയേറ്റ് കൊടുത്ത് ലെജർ കൊടുത്ത് അവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് പകരം ലെജർ ഇത് വൗച്ചറിൽ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഓൾട്ട് C കൊടുത്താലേ നമുക്ക് അവിടെ ഒരു ക്രിയേഷൻ നടക്കും. കോപ്പി വെച്ചിട്ടുണ്ട്. ആട്ട് കൺട്രോൾ B കൊടുത്താൽ അവിടെ പേസ്റ്റ് ആവും. പക്ഷേ ബജാജ് ഇലക്ട്രിക്കലാണ് പാർട്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയാൻ സൺ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് ബജാജ് ഇലക്ട്രിക് അഡ്രസ് നമ്മൾ ഇട്ടു തെലങ്കാന സ്റ്റേറ്റ് എന്നാണ്. തെലങ്കാന നമുക്ക് അത്ര അറിയത്തോന്നുള്ളതുകൊണ്ട് അത്ര ഇട്ട് കൊടുക്കുന്നു. തെലങ്കാന സ്റ്റേറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കണം. സ്റ്റേറ്റ് വന്നിട്ടുണ്ട് അതാണ് തീരുമാനിക്കുക. ഇൻട്രസ്റ്റേറ്റ് ആണോ ഇൻട്രസ്റ്റേറ്റ് ആണോ. അപ്പോൾ തെലങ്കാന ഉള്ള V3 കമ്പനി തെലങ്കാനയിലുള്ള ബജാജ് ഇലക്ട്രിക്കലായിരുന്നു സാധനം വാങ്ങിച്ചു. അപ്പോൾ ലോക്കൽ ഇൻട്രസ്റ്റേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് പിൻകോഡ് നമുക്ക് എല്ലാം തരാത്തുണ്ട്. 694 ഇട്ട് കൊടുത്തു. നമ്പർ റെഗുലർ ആണ്. ടാക്സ് നമുക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ റെഗുലർ എന്നാണ് തെലങ്കാനയുടെ GST നമ്പർ. അതെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ക്രിയേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ടാലി റെഗുലർ എടുത്തു. GST നമ്പർ ഇട്ട് കൊടുക്കുന്നു. പാർട്ടി ഡീറ്റെയിൽ ഷിപ്പ് ടു ബിൽ ഫ്രം ബജാജ് ഇലക്ട്രിക്കൽ കൺസൈൻ ഷിപ്പ് ടു V3 സൊല്യൂഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ വാങ്ങിക്കുന്നതുകൊണ്ടാണ് കൺസൈനർ അവരും നമ്മൾ കൺസൈനിയായി മാറിയ തെലങ്കാന സ്റ്റേറ്റിൽ നിന്ന് തെലങ്കാന സ്റ്റേറ്റിലോട്ട് വരുന്നുണ്ട്. പ്ലേസ് ഓഫ് സപ്ലൈ തെലങ്കാന തന്നെയാണ്. ഇതിലായിട്ട് നമ്മൾ ക്രിയേറ്റ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ചെയ്തും ചെയ്ത് നോക്കാം. നോക്കിയ വാച്ച് 100 വാങ്ങിച്ചു 1900 എന്ന നിലയ്ക്ക്. നോക്കിയ വാച്ച് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. നോക്കിയ പർച്ചേസ് അക്കൗണ്ടിങ് വൗച്ചർ ക്രിയേഷൻ ഐറ്റം ഇൻവോയ്സ് അല്ല കിടക്കുന്നത്. നമ്മൾ അതിൻ്റെ ഐറ്റം ഇൻവോയ്സ് ആക്കുമ്പോൾ ചേഞ്ച് മോഡ് കൊടുത്തിട്ട് ഐറ്റം ഇൻവോയ്സ് ആക്കണം. ഐറ്റം ഇൻവോയ്സ് ആക്കുന്നത് നോക്കിയ വാച്ച് എത്ര എണ്ണം വാങ്ങിച്ചു? 100 എണ്ണം 1900 രൂപയ്ക്ക് വാങ്ങിച്ചു. 1900 നോക്കിയ G20 100 എണ്ണം വാങ്ങിച്ച് 25,600. G20 നോക്കിയ G20 100 എണ്ണം വാങ്ങിച്ച് 25,600 വെച്ചിട്ട് 100 ഐറ്റം 100 എണ്ണം വാങ്ങിച്ച് 25,600 ആണ്. അപ്പോൾ നമ്മളിത് രണ്ട് ഐറ്റമേ ഉള്ളൂ. GST എക്സ്ട്രാ 15% നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. GST എക്സ്ട്രാ എന്ന് പറയുന്നത് നമുക്ക് GST ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ടെണ്ണം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇങ്ങനെ നിൽക്കുമ്പോൾ അത് രണ്ട് പ്രാവശ്യം പ്രസ് ചെയ്താൽ
ഐറ്റം ലെവലിൽ താഴോട്ട് പിന്നെ ലെഡ്ജർ ലെവലിലേക്ക് വരികയാണ്. ലെഡ്ജർ ലെവലിലാണ് CGST STS. അപ്പോൾ നമ്മൾ തെലങ്കാന എന്നുള്ള കമ്പനി, നമ്മൾ തെലങ്കാനയുടെ നമ്മുടെ കമ്പനി, തെലങ്കാനയിലുള്ള വേറെ കമ്പനി സാധനം വാങ്ങിച്ച് നോക്കിയ G20 മൊബൈൽ വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റ് CGST STC ആണ് വരുന്നത്. CGST അല്ല, ഓട്ടോമാറ്റിക് വന്നു. SGST അല്ല, നമ്മൾ കറക്റ്റായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് വന്നത് ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കാനൊരു ഓപ്ഷൻ കാണിച്ചു തരാം. യെസ്. ഈ ട്രാൻസാക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡേബുക്ക് ഇപ്പോൾ എടുത്താൽ ഡീറ്റെയിൽസ് എടുക്കുക. മോർ ഡീറ്റെയിൽസ് അല്ല, റിലേറ്റഡ് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ടാക്സ് അനാലിസിസ്, GST ടാക്സ് അനാലിസിസ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈ ഐറ്റം ഇത്രയും രൂപ ഡ്യൂട്ടി ആൻഡ് ടാക്സ് ഇത്രയാന്ന് പറയും. അപ്പോൾ ഇന്ന് 18% വെച്ചെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ച് നോക്കാം. നമുക്ക് ഈ റേറ്റ്, ഈ ടാക്സ് വന്നിരിക്കുന്ന എമൗണ്ട് കറക്റ്റ് ആണോ ഡൗട്ട് ഉണ്ടെങ്കിൽ 19,620 ഡിവൈഡ് ബൈ 1,09,000, 18% ഉണ്ടോ? അതാണ് പ്രോഡക്റ്റിന്റെ റേറ്റ്. അതുകൊണ്ട് കറക്റ്റ് ആണ്. അടുത്ത 3,07,000, 3,07,000 രൂപ 200. അപ്പോൾ ഇതിന് 12% ഇട്ടിരിക്കുന്നത്. 3,000 ബൈ 25,60,000. 12% വരും. അപ്പോൾ GST കാൽക്കുലേറ്റ് ചെയ്താൽ ടാലി കാൽക്കുലേറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ നോക്കാം. നമ്മൾ എന്താ ഇട്ടതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ അതെല്ലാം ടാക്സ് കാൽക്കുലേറ്റ് എല്ലാം കറക്റ്റാണ്. ക്രിയേഷൻ, അൾട്രേഷൻ, ഡിലീഷൻ, കമ്പനി അൾട്ടർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ നമുക്കറിയാം. അതെടുത്തിട്ട് കമ്പനി വന്നു കഴിഞ്ഞാൽ കമ്പനി നമുക്ക് അൾട്ടർ ചെയ്യണമെങ്കിൽ എടുക്കാം. വിത്ത് സൊല്യൂഷൻ നമുക്ക് അൾട്ടർ ചെയ്യണമെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുക, അങ്ങനെ വരുത്താം. അൾട്ടർ ചെയ്യാന്ന് വെച്ചാൽ മാറ്റം വരുത്തുക. പിന്നെ കമ്പനി നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇത് അൾട്ടർ എടുത്ത് വെച്ചിട്ട് കമ്പനി ചേഞ്ച് അൾട്ടറേറ്റോ പോർട്ട് ഡി കൊടുക്കുക. പോർട്ട് ഡി കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിക്കും. കമ്പനി ആസ് എ ഹോൾ ഡിലീറ്റ് ചെയ്യണോ, ട്രാൻസാക്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് സമ്മതിക്കുള്ളൂ. ജേണൽ ഓൾസോ ഷുഡ് ബി യൂസ് ഫോർ റെക്കോർഡ് അസറ്റ് പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ് GST ഇൻപുട്ട് എലിജിബിൾ അസറ്റ്. GST എലിജിബിൾ ആയിട്ടുള്ളത് നമ്മൾ പർച്ചേസ് വെച്ചിട്ട് ചെയ്യും. അല്ലാത്തതെല്ലാം ജേണൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ ആൻഡ് ഡെലീഷൻ. ഒരു കമ്പനി, ഒരു ഇൻഡിവിജ്വൽ കമ്പനി, മെമ്പർ കമ്പനി ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ജസ്റ്റ് നോക്കുകയാണ്. പ്രാക്ടിക്കൽ ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ ആൻഡ് ഡിലീഷൻ. ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ, അൾട്ടറേഷൻ, ഡിലീഷൻ നമ്മൾ അതിനുള്ള ക്വസ്റ്റ്യൻ വെച്ചിരിക്കുകയാണ്. The create a group company with a name versus Tata Group of Companies Delhi with the following members. കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? നമ്മളൊരു ഇൻഡിവിജ്വൽ കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇത് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കഴിയിലുള്ള 5-6 കമ്പനികൾ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഇതാണ് ക്വസ്റ്റ്യൻ. ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ ആണ്. ക്രിയേറ്റ് എ ഗ്രൂപ്പ് കമ്പനി വിത്ത് നെയിം versus ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിത്ത് ദ ഫോളോയിങ് മെമ്പർ കമ്പനി. ടാറ്റ മോട്ടോഴ്സ് മുംബൈ, ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഹൈദരാബാദ്, ടാറ്റ മാർക്കറ്റിംഗ് തമിഴ്നാട്, ടാറ്റ ക്യാപിറ്റൽ ആസാം. കമ്പനികളെ ആദ്യം ക്രിയേറ്റ് ചെയ്യാം, മെമ്പർ കമ്പനി ആദ്യം ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ടാറ്റ മോട്ടോഴ്സ് മുംബൈ ഒരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ടാലിക്കകത്ത്. കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ കമ്പനി ക്രിയേറ്റ് ടാറ്റ മോട്ടോഴ്സ്. ഇതിപ്പോൾ വേറെ GST ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ഇത് ജസ്റ്റ് ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറയാനുള്ളത്. മറ്റേ GSTയെ പറ്റി നമ്മൾ ടാറ്റ മോട്ടോഴ്സ് എന്നൊരു ഗ്രൂപ്പ് കമ്പനി, ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉള്ള ഒരു കമ്പനിയുടെ പേരാണ് ടാറ്റ മോട്ടോഴ്സ് മുംബൈ, മഹാരാഷ്ട്ര. സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. ഇത് മുംബൈ, അഡ്രസ് മുംബൈ, സ്റ്റേറ്റ് മഹാരാഷ്ട്ര. പിൻകോഡൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കുക. തൽക്കാലം അറിയാത്തതുകൊണ്ട് 02 14/23/24 നമ്മളെല്ലാം ചെയ്യുന്നത്. 14/2023 ഇടുകയാണ്. 14/2000 കൊടുത്തങ്ങ് സേവ് ചെയ്യണം. നമ്മൾ വേറെ ഒന്നും ഓപ്ഷൻ നോക്കുന്നില്ല. ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രം നോക്കുകയാണ്. അടുത്ത കമ്പനി ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഹൈദരാബാദാണ്. അങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഹൈദരാബാദ്. കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കമ്പനിയുടെ ഔട്ട് പോയിട്ട് ക്രിയേറ്റ് ടാറ്റ കൺസൾട്ടൻസി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൈദരാബാദ് കൊടുക്കുക. സ്റ്റേറ്റ് വന്നിട്ട് തെലങ്കാനയാണ്. തെലങ്കാന.
ഇന്ത്യ പിൻകോഡ് 695004 വരുന്നു. ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ 14/2023 നമ്മുടെ കമ്പനി കൊണ്ടാക്കുന്നത്. 11/2023 തുടങ്ങുന്ന കമ്പനിയായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇതെന്താ എല്ലാ ഓപ്ഷൻസും നമ്മൾ സേവ് ചെയ്തു. രണ്ട് കമ്പനി ക്രിയേറ്റ് ചെയ്തു, മെമ്പർ കമ്പനി ക്രിയേറ്റ് ചെയ്തു. അടുത്ത മാർക്കറ്റിംഗ് ടാറ്റ മാർക്കറ്റിംഗ് തമിഴ്നാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൾട്ട് കെ പോയിട്ട് ക്രിയേറ്റ് ടാറ്റ മാർക്കറ്റിംഗ് തമിഴ്നാട്. ടാറ്റ മാർക്കറ്റിംഗ് നമ്മൾ അങ്ങനെ കൊടുക്കുകയാണ് അഡ്രസ്സ്. അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്. തമിഴ്നാട് വന്നിട്ടുണ്ട്. അതെല്ലാം ലോജിക്കൽ. പിൻ നമ്പർ നമ്മൾ 6950, എല്ലാത്തിനും പിൻ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കണം. ഫോൺ നമ്പർ കൊടുക്കുക, ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ, വെബ്സൈറ്റ്. 1/4/2023 ഇയർ ഒന്നും തെറ്റി പോകാൻ പാടില്ല. 2023 ടു 1/4/2023. ടാറ്റ കൺസൾട്ടൻസി ആയി, ടാറ്റ മാർക്കറ്റിംഗ് ആയി, ടാറ്റ മോട്ടോഴ്സ് ആയി. ഇനി ഒരു കമ്പനി കൂടെ. ടാറ്റ മാർക്കറ്റിംഗ് തമിഴ്നാട്, ടാറ്റ ക്യാപിറ്റൽ ആസാം ഒരു കമ്പനിയുടെ ക്രിയേറ്റ് ചെയ്യാണ്. ടാറ്റ ക്യാപിറ്റൽ ആസാം 75004 കൊടുക്കുകയാണ്. ഇതെല്ലാം ഡീറ്റെയിൽ ഒക്കെ 1/4/2023 ടു 1/4/2023 ടു 1/4/2023 കൊടുത്ത് എല്ലാം ഓപ്ഷൻ സേവ് ചെയ്തു. ആദ്യ കമ്പനി ചെയ്തു. നമ്മളിതിപ്പോൾ ഇത് ഗ്രൂപ്പ് കമ്പനി ഉണ്ടാക്കാൻ പോവാണ്. ഗ്രൂപ്പ് കമ്പനിയിലെ പേര് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ടാറ്റ ബിസിനസ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡൽഹി ആണ്. നമ്മൾ അതിൻ്റെ അടിയിലാണ് ഈ 4 പേരെ കൊണ്ടുവരാൻ പോകുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എന്നൊരു കമ്പനിയുടെ താഴെ ഈ ആദ്യം ക്രിയേറ്റ് ചെയ്ത 4 കമ്പനികളെ കൊണ്ടുവന്ന് അതിനകത്തുള്ള ട്രാൻസാക്ഷൻ കാണിക്കുകയാണ്. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഓൾട്ട് ആർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ആൾട്ട് ആർ ഞെക്കിക്കഴിഞ്ഞാൽ മുകളിൽ കമ്പനി ഗ്രൂപ്പ് കമ്പനി ക്രിയേഷൻ എന്നൊരു ഇത് വരും. അവിടെയാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വരുന്നു. സ്റ്റേറ്റ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡൽഹിയാണ്. ഡൽഹി. ടാറ്റ കമ്പനീസിൽ ഡൽഹി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചോദിക്കുകയാണ് മെമ്പർ കമ്പനി ഏതൊക്കെ വേണമെന്ന്. മെമ്പർ കമ്പനി നമുക്ക് വേണ്ടത് ടാറ്റ ക്യാപിറ്റൽ വേണം, കൺസൾട്ടൻസി സർവീസ് വേണം, ടാറ്റ മോട്ടോർ, ടാറ്റ മാർക്കറ്റിംഗ് വേണം, ടാറ്റ മോട്ടോഴ്സ് വേണം. ഇത്രയും കമ്പനികളാണ് നമ്മുടെ കമ്പനിയുടെ അടിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 4 കമ്പനികളുള്ള ഒരു ഗ്രൂപ്പ് കമ്പനിയാണ് ഇവിടെ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കമ്പനി ക്രിയേറ്റ് റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 10,000 വെച്ച് ഓരോന്നിലും ക്യാപിറ്റൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് കമ്പനിയിൽ എന്ത് സംഭവിക്കാൻ നോക്കുന്നത്. അപ്പോൾ ടാറ്റ ക്യാപിറ്റൽ നമ്മൾ 10,000 രൂപ ക്യാപിറ്റൽ ഉണ്ട്. ഇപ്പോൾ ടാറ്റ ക്യാപിറ്റൽ ക്യാഷ് ആയിട്ട് 10,000 രൂപ കൊണ്ട് വോച്ചറിനകത്ത് റെസിറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 രൂപയാണ് ക്യാപിറ്റൽ 1. ക്യാപിറ്റലിൻ്റെ അടിയിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചെയ്യുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ 10,000 രൂപ കൊണ്ടുവന്നു. ടാറ്റ മോട്ടോർ ടാറ്റ ക്യാപിറ്റലുകാർ 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അടുത്ത മെമ്പർ കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസും 10,000 രൂപ കൊണ്ടുവന്നു. വൗച്ചർ പുതിയ കമ്പനി കൺസൾട്ടൻസി സർവീസ് ആക്റ്റീവായി എടുത്തു, റെസിറ്റ് എടുത്തു. ഡേറ്റ് ടാറ്റ മാർക്കറ്റിംഗ് ഇപ്പം 3 പേര് കൊണ്ടുവരുന്നതാണ്. ടാറ്റ മാർക്കറ്റിംഗ് അവിടെ 10,000 രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അവിടെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് 3 എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ 3 1 ലക്ഷം രൂപയാണ്. 1,20,000 രൂപ ഇപ്പം. നമ്മളിപ്പം ഗ്രൂപ്പ് കമ്പനി എടുത്ത് നോക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അപ്പോൾ ഈ 3 പേരും ഇവിടെ 1,20,000 രൂപ അത് കൊണ്ടുവന്നു. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ എത്ര നോക്കുകയാണ്. ടാറ്റ ഗവൺമെന്റ്സിൽ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് ഉണ്ടാവും 1,20,000 രൂപയാണ് ക്യാപിറ്റൽ. അത് കൊണ്ടുവന്ന് അറിയാണ്ട് ക്യാപിറ്റൽ 1, ക്യാപിറ്റൽ 2, ക്യാപിറ്റൽ 3, ക്യാപിറ്റൽ 1 ഓരോ കമ്പനിയായിട്ട് കൊണ്ടുവന്ന ആ ക്യാപിറ്റൽ അതിൻ്റെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആകുമ്പോൾ അതിന് ടോട്ടൽ വരികയും ഇനി നമുക്ക് അതിന് സെപ്പറേറ്റ് ആരൊക്കെ കൊണ്ടുവന്ന് അറിയാനത് ന്യൂ കോളം എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ടാറ്റ ക്യാപിറ്റൽ കോളം കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ കോളം കൊണ്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസ് കൊണ്ടുവന്നു. അതിൻ്റെ കോളം കൂടെ ആഡ് ചെയ്തു. അടുത്ത ന്യൂ കോളം ടാറ്റ മാർക്കറ്റിംഗ്
അപ്പോൾ അതിന് ഡീറ്റെയിൽ എല്ലാം കണ്ട് അതിന് അടുത്ത ഒരാൾ കൊടുത്ത് നമ്മൾ ഉണ്ടായില്ലെങ്കിലും നമ്മൾ അതിനോട് ഉണ്ടോ ഇപ്പം 1,20,000 വന്ന വഴികളാണ് കാണിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനി 1,70,000 വന്നെന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പനി എത്ര വീതം കൊണ്ടുവന്നുള്ള സ്പ്ലിറ്റപ്പ് നമുക്ക് ആഡ് കമ്പനി എന്നുള്ള ആഡ് കോളം കൊടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഗ്രൂപ്പ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഗ്രൂപ്പ്